السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. ويوم يحشرهم جميعا يا معشر الجن قد استكثرتم من الإنس وقال أولياؤهم من الإنس ربنا استمتع بعضنا ببعض وبلغنا أجلنا الذي أجلت لنا قال النار مثواكم خالدين فيها إلا ما شاء الله إن ربك حكيم عليم. പ്രിയമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കരുണാകടാക്ഷങ്ങൾ നമ്മിൽ ഏവരിലും സദാ വർഷിക്കുമാറാകട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. പിശാചിനെ സംബന്ധിച്ചും പിശാചിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത്. മനുഷ്യന്റെ വിശ്വാസത്തെയും മനുഷ്യന്റെ മനസ്സിനെയും പിശാച് പിടികൂടുന്നത് പോലെ തന്നെ മനുഷ്യ ശരീരത്തെയും പിടികൂടുവാനുള്ള ചില സംവിധാനങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിശാചിലൂടെ ഈ ലോകത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സാധാരണ സിഹർ എന്ന പേരിൽ അറബി ഭാഷയിൽ അറിയപ്പെടുന്ന ആ ഒരു പദം, അത് കേൾക്കുമ്പോൾ തന്നെ പല നിലക്കുള്ള തെറ്റിദ്ധാരണകൾ ജനമനസ്സുകളിലേക്ക് വരാറുണ്ട്. ഒരു ഭാഗത്ത് അതിനെ അമിതമായ നിലക്ക് നീട്ടിവലിച്ച് അനാവശ്യമായ വിശദീകരണങ്ങളും മറ്റും കൊടുത്ത് അതിലൂടെ ജനങ്ങളെ വഴിപിഴപ്പിക്കുന്ന ഒരു സമൂഹം നിലനിൽക്കുമ്പോൾ, തൊട്ടിപ്പുറത്തായിക്കൊണ്ട് അങ്ങനെ ഒരു വസ്തുതയെ ഇല്ല, അതിനൊരു യാഥാർത്ഥ്യമില്ല, അതെല്ലാം ചില ഗൂഢതന്ത്രങ്ങളും അല്ലെങ്കിൽ പകിട്ടുകളും മാത്രമാണ്, അതിൽ ഒരു യാഥാർത്ഥ്യമായിട്ട് ഒന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് സിഹിറിനെ നിഷേധിക്കുന്ന ഒരു പ്രവണതയും സമൂഹത്തിൽ കണ്ടുവരുന്നുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഏത് വിഷയത്തിലും എന്ന പോലെ ഈ ഒരു വിഷയത്തിലും അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ വിശ്വാസം എന്താണ്, അവർ ഈ വിഷയത്തെ എങ്ങനെയാണ് കണ്ടിട്ടുള്ളത്, അവർ എങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ മനസ്സിലാക്കലും ആ വിശ്വാസത്തിൽ നിലനിൽക്കലും നമ്മുടെ ഒരു നിർബന്ധ ബാധ്യതയായി മനസ്സിലാക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ സിഹർ എന്ന് പറഞ്ഞാൽ? പണ്ഡിതന്മാർ ഈ പദത്തെ വിശദീകരിക്കുന്നുണ്ട്. അതായത് അമലുൻ യുഖറബു ഫീഹി ഇല ശൈത്വാനി വബിമഊനതി മിൻഹു, പിശാചിലേക്ക് അടുത്തുകൊണ്ട് പിശാചിന്റെ സഹായത്തോടുകൂടി ഈ ലോകത്ത് ചെയ്യുന്ന ഒരു പ്രത്യേകമായ സംവിധാനം, ഒരു പ്രവർത്തനമാണ് സിഹർ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പിശാചിന്റെ സഹായമില്ലാതെ ഒരിക്കലും ആ പ്രവർത്തനം ചെയ്യാൻ സാധ്യമല്ല എന്നർത്ഥം.
ഒരു വസ്തുവിനെ അതിന് യഥാർത്ഥത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് തിരിച്ചു കൊണ്ടുപോവുക, അതിനും സിഹർ എന്നുള്ള ആ പദം അറബി ഭാഷയിൽ ഉപയോഗിക്കാറുണ്ട്. ഇബ്നുൽ ഖുദാമ അൽ മഖ്ദസി അദ്ദേഹം വിശദീകരിക്കുകയാണ് എന്താണ് സിഹർ എന്ന് പറഞ്ഞാൽ. ഹുവ ഉഖദുൻ, അത് ചില കെട്ടുകളാണ്, വറുഖ, ചില മന്ത്രങ്ങളാണ്, വകലാമുൻ, ചില വചനങ്ങളും വാക്കുകളുമാണ്, യതകല്ലമു ബിഹി ഔ യക്തുബുഹു ഔ യഅമലു ശൈഅൻ യുഅസ്സിറു ഫീ ബദനിൽ മസ്ഹൂർ. ചിലപ്പോൾ ആ വചനങ്ങൾ എഴുതിയേക്കാം, ചിലപ്പോൾ ആ വചനങ്ങൾ ഉരുവിട്ടേക്കാം. ആരും സിഹർ ചെയ്യുന്ന വ്യക്തി, ഏത് വ്യക്തിക്കെതിരെയാണോ സിഹർ ചെയ്യുന്നത് ആ വ്യക്തിയുടെ ഫീ ബദനിൽ മസ്ഹൂരി ഔ ഖൽബിഹി ഔ അഖ്ലിഹി മിൻ ഗൈരി മുബാശറത്തിൻ ലഹു, നേരിട്ടല്ലാതെ അവന്റെ മനസ്സിനെയും അവന്റെ ബുദ്ധിയെയും അവന്റെ ഹൃദയത്തെയും വേണ്ട അവന്റെ ശരീരത്തെയും സ്വാധീനിക്കാവുന്ന വിധത്തിൽ സാഹിറുകൾ എഴുത്തിലൂടെ സംസാരങ്ങളിലൂടെ ചില മന്ത്രങ്ങളും കെട്ടുകളും ഒക്കെ ആയിക്കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കാണ് സിഹർ എന്ന് പറയുന്നത്. വലഹു ഹഖീഖത്തുൻ, അതിന് യാഥാർത്ഥ്യമുണ്ട്. സിഹർ എന്ന് പറയുന്നത് യാഥാർത്ഥ്യമുള്ള ഒന്നാണ്. അതിൽ മനുഷ്യനെ കൊല്ലാൻ മാത്രം വലിപ്പമുള്ളതുണ്ട്, അത്രമാത്രം ഗൗരവമുള്ള സിഹറുണ്ട്. മനുഷ്യനെ രോഗമുണ്ടാക്കുന്ന തരത്തിലുള്ള സിഹറുകളുണ്ട്. മനുഷ്യനെ തന്റെ ഭാര്യയിൽ നിന്നും ലൈംഗിക വേളയിൽ തടഞ്ഞു വെക്കുന്ന, അതിന് സാധ്യമല്ലാത്ത നിലക്ക് മനുഷ്യനെ പ്രയാസപ്പെടുത്തുന്ന സിഹറുകളുണ്ട്. ഭാര്യക്കും ഭർത്താവിനുമിടയിൽ വേർതിരിവുണ്ടാക്കുന്ന സിഹറുകളുണ്ട്. ഭർത്താവിന് ഭാര്യയെയോ ഭാര്യയ്ക്ക് ഭർത്താവിനെയോ പരസ്പരം വെറുപ്പുണ്ടാക്കുന്ന, അല്ലെങ്കിൽ രണ്ടുപേർക്കിടയിൽ സ്നേഹിപ്പിക്കുന്ന പലതരത്തിലുള്ള സിഹറുകളും നിലവിലുണ്ട് എന്ന് ഇബ്നു ഖുദാമ അൽ മഖ്ദസി വിശദീകരിക്കുകയാണ്. ചുരുക്കത്തിൽ സിഹർ എന്ന് പറഞ്ഞാൽ ഹുവ ഇബ്തിഫാഖുൻ ബൈന സാഹിരിൻ വ ശൈത്വാൻ, സിഹിർ ചെയ്യുന്ന ജോത്സ്യനും പിശാചിനും ഇടയിലുള്ള ഇബ്തിഫാഖാണത്. സാഹിർ മാത്രം ഉദ്ദേശിച്ചാൽ നടക്കൂല, പിശാചിന് സഹായം വേണം. അങ്ങനെ പിശാചിന്റെ സഹായത്തോടു കൂടി ചെയ്യുന്ന പ്രവർത്തനമാണ് സിഹർ. എന്താ പിശാചിന്റെ സഹായം എങ്ങനെയാണ്? സിഹിർ ചെയ്യുന്ന സാഹിറായ മനുഷ്യൻ ചില ഹറാമുകൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ചില ശിർക്കിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. ഫീ മുഖാബിലി മുസാഅദത്തി ശൈത്വാനി ലഹു വതഅതിഹി ഫീമാ യത്ലുബു മിൻഹു. എന്തിനാ അത് ചെയ്യുന്നത്? പിശാചിനെ അവൻ സഹായിക്കുക, പിശാചിനെ തൃപ്തിപ്പെടുത്താനും പിശാചിന് ഇഷ്ടമുണ്ടാകാനും വേണ്ടി ചില ശിർക്കിന്റെയും ഹറാമിന്റെയും പ്രവർത്തനങ്ങളും സാഹിർ ചെയ്താൽ ആ സാഹിർ ആവശ്യപ്പെടുന്ന സഹായങ്ങൾ ആര് ചെയ്തു കൊടുക്കും? പിശാച് ചെയ്തു കൊടുക്കും. ഇതിനാണ് പിശാച് സേവ എന്ന് പറയാം, ഇതിനാണ് പിശാചിനെ പൂജിക്കുക എന്ന് പറയാം. ഈ ഒരു വിഷയത്തെ വെച്ചുകൊണ്ടാണ് പലപ്പോഴും ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി പിശാചിനെ പ്രാർത്ഥിക്കാം, അങ്ങനെ പ്രാർത്ഥിച്ചാൽ ഉത്തരം കൊടുക്കും, സഹായിക്കും എന്ന് ഇവർ പറയുന്നു എന്ന് ചില ആളുകൾ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ വിശദീകരിക്കപ്പെടുന്ന പ്രാർത്ഥനയല്ല ഇത്, അങ്ങനെയുള്ള ഒരു സഹായാഭ്യർത്ഥന അല്ല ഇത്. നേരെ മറിച്ച് പിശാചിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ അങ്ങോട്ട് ചെയ്യാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിശാച് ആവശ്യപ്പെടുന്നതും ഈ മനുഷ്യന് പിഴക്കലാണ്. ഇനി ഈ സിഹിർ ചെയ്യുന്നതിലൂടെ ആരെയെല്ലാമാണോ പിഴപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അവരെല്ലാം പിഴക്കലാണ്. അതുകൊണ്ട് ആ പിശാചിനെ സഹായിക്കും. അങ്ങനെ ഈ പിശാചിനെ പൂജിച്ചുകൊണ്ട് പിശാചിന് ആവശ്യമുള്ള സഹായങ്ങൾ അങ്ങോട്ട് ചെയ്തു കൊടുത്താൽ പിശാച് ഇങ്ങോട്ടും സഹായിക്കും. ഈ തൊൽസമാത്തുകൾ സിഹിറിന്റെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ച പുസ്തകങ്ങൾ കാണുവാൻ സാധിക്കും. കാലിനടിയിലും വിശുദ്ധ ഖുർആൻ ചെരുപ്പിനടിയിൽ കെട്ടിയിട്ട് ബാത്റൂമിലേക്ക് പ്രവേശിക്കുക സാഹിറന്മാർ ചെയ്യുന്ന പ്രവർത്തന. ആർത്തവ രക്തം കൊണ്ട് വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ എഴുതുക, കാലിനടിയിൽ ഖുർആനിന്റെ വചനങ്ങൾ മാലിന്യങ്ങൾ കൊണ്ട് എഴുതി വെക്കുക. ഇങ്ങനെ പല വൃത്തികെട്ട പ്രവർത്തനങ്ങൾ പിശാചിന് വലിയ സന്തോഷമാകും. ഇതിനാ പിശാച് സേവ എന്ന് പറയാം, ഇതിനാ പിശാചിനെ പൂജിക്കുക എന്ന് പറയാം. അപ്പ പിശാച് ഇങ്ങോട്ട് സഹായിക്കും. അതല്ലാതെ പിശാചിനോട് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുമെന്നുള്ള അർത്ഥത്തിലല്ല. അങ്ങനെ നമ്മളാരും പഠിപ്പിച്ചിട്ടുമില്ല. ഏതായാലും അന്നൽ ജിന്നിയ, ഒരു ജിന്ന് ലാ യുസാഇദു സാഹിറ, ഒരു സാഹിറിനെയും സഹായിക്കുകയില്ല, വലാ യഖ്ദുമുഹു, അവനെ സേവനം ചെയ്യുകയില്ല, ഇല്ലാ ബിമുഖാബിൽ, പകരം അങ്ങോട്ട് എന്തെങ്കിലും കൊടുത്താലല്ലാതെ. ആ കൊടുക്കുന്ന ഈ പണികളാണ് ഈ പറഞ്ഞത്. ഹറാമുകൾ ചെയ്യുക, അള്ളാഹ്ക്ക് എത്രമാത്രം ഇഷ്ടമില്ലാത്ത പണി ചെയ്യുന്നു അത്രത്തോളം പിശാചിന് ഇഷ്ടമാണ് എന്നാണ്. അതാണ് വകുല്ലമാ കാന സാഹിറു അശബ്ദ കുഫ്റൻ കാന ശൈത്വാനു അക്തറ താഅത്തിൻ ലഹു.
എത്രത്തോളം വലിയ കുഫ്ർ ചെയ്യുന്നോ അത്രത്തോളം ശൈത്താൻ എന്ത് ചെയ്യും? ഈ മനുഷ്യനെ സാഹിറിനെ അനുസരിക്കും. ഈ സാഹിറിന്റെ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ശൈത്താൻ നിർവഹിച്ചു കൊടുക്കുകയും ചെയ്യും. ശൈത്താൻ കൽപ്പിക്കുന്ന കാര്യങ്ങൾ സാഹിർ ചെയ്യുന്നതിൽ ന്യൂനത വരുത്തിയാലോ മിൻ ഉമൂരിൻ കുഫ്രിയ, കുഫ്രിയായ വല്ല പ്രവർത്തനം ചെയ്യാൻ ശൈത്താൻ ആവശ്യപ്പെട്ടു, സാഹിർ ചെയ്തില്ല എങ്കിൽ ഇംതനാ ശൈത്താനു മിൻ ഖിദ്മതി, അപ്പൊ ശൈത്താൻ എന്ത് ചെയ്യൂല? സഹായം ചെയ്തു കൊടുക്കൂല. അപ്പൊ സിഹിർ ചെയ്യാൻ ശൈത്താനും സഹായിക്കൂല. പക്ഷെ ഈ സാഹിറിന് പൈസ കിട്ടണം. പൈസ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അവൻ സിഹിർ ആരാണോ സിഹിർ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടത് അവനക്ക് ആ സിഹിർ ചെയ്തു കൊടുക്കണം. പക്ഷെ സാഹിറിന് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പൊ ശൈത്താന് സഹായം വേണം. അപ്പൊ ശൈത്താനെ എങ്ങനെ തൃപ്തിപ്പെടുത്താൻ സാധിക്കോ അതൊക്കെ ചെയ്യും. അതുകൊണ്ട് ആ സഹോദരങ്ങളെ സാഹിറിന് സമീപിക്കാൻ പാടില്ല എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇതൊന്നും അല്ലാഹുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളല്ല, മറഞ്ഞ കാര്യങ്ങൾ അറിഞ്ഞിട്ടല്ല, എല്ലാ പിശാചുമായുള്ള ബന്ധങ്ങളാണ്. എന്നിട്ട് അവസാനം ഈ ശൈഖ് വിശദീകരിക്കുക, പിശാചും സാഹിറും പരസ്പര മിത്രങ്ങളാണ്, പരസ്പരം ഒന്നിച്ചു കഴിയുന്നവരാണ്. ഇൽതഖയാ, രണ്ടുപേരും യോജിച്ചിരിക്കുന്നു, അലാ മഅസിയത്തില്ല, അല്ലാഹുവിനെ ധിക്കരിക്കുന്ന കാര്യത്തിൽ, അള്ളാഹുവിനെ അനുസരണക്കേട് കാണിക്കുന്ന വിഷയത്തിൽ രണ്ടുപേരും ഒന്നിച്ചിരിക്കുന്നു. അപ്പൊ സാഹിറിന്റെയും പിശാചിന്റെയും ഒന്നിച്ചുള്ള പ്രവർത്തനത്തോടു കൂടി നടപ്പിൽ വരുത്തുന്ന ഒരു തെറ്റായ കാര്യമാണ് സിഹിർ എന്ന് പറയുന്നത്. ഇനി ഈ സിഹിർ സംഭവ്യമാണോ, അങ്ങനെ ഒന്നും ഉണ്ടോ? അത് ഉണ്ടോ ഇല്ല എന്ന് പറയേണ്ടത് വിശുദ്ധ ഖുർആനാണ്. മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും വന്നിട്ടുള്ള പ്രവാചകന്റെ തിരുവചനങ്ങളാണ്. നമുക്ക് എന്നും മാതൃക അല്ലെങ്കിൽ നമുക്ക് എന്നും അവലംബമായിട്ടുള്ളത് ഈ രണ്ട് കാര്യങ്ങൾ തന്നെയാണ്. സിഹിറിനെ സംബന്ധിച്ച് ഖുർആൻ എന്ത് പറയുന്നു, ഹദീസ് എന്ത് പറയുന്നു എന്ന് തെളിവിന് വേണ്ടി ഓരോ ഉദാഹരണങ്ങൾ മാത്രം സൂചിപ്പിക്കാം. സൂറത്തുൽ ബഖറയിൽ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്ന വലിയ ഒരു സുദീർഘമായ ആയത്തിൽ കാണാം, വത്തബഉ മാ തത്ലു ശയാത്തീനു അലാ മുൽക്കി സുലൈമാന വമാ കഫറ സുലൈമാനു വലാകിന്ന ശയാത്തീന കഫറു യുഅല്ലിമൂന അന്നാസ സിഹർ വമാ ഉൻസില അലൽ മലക്കൈനി ബിബാബിൽ ഹാറൂത വമാറൂത്. സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് പിശാചുക്കൾ പല കാര്യങ്ങളും പറഞ്ഞു പരത്തിയിരുന്നു. അതായത് സുലൈമാൻ നബി ഒരു പ്രവാചകനൊന്നല്ല, അദ്ദേഹം ഒരു സിഹിർ ചെയ്യുന്ന ആളായിരുന്നു എന്നൊക്കെ പലതും പറഞ്ഞ് പ്രചരിപ്പിച്ച് അത് ജൂതന്മാർക്കിടയിൽ വളരെ പ്രശസ്തമായിരുന്നു. ജൂതന്മാർ അതും പിൻപറ്റി ആ പറഞ്ഞ കാര്യങ്ങൾ. അതാണ് സുലൈമാൻ നബിയുടെ രാജവാഴ്ചയെ കുറിച്ചും പിശാചുക്കൾ പറഞ്ഞ് പ്രചരിപ്പിച്ച കാര്യങ്ങൾ ജനങ്ങൾ പിൻപറ്റി. പിന്നെയോ ആ നാട്ടിലേക്ക് ബാബിലോണിയ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് മലക്കുകളെ നിയോഗിച്ചു, ഹാറൂത്തും മാറൂത്തും. ഈ ഹാറൂത്തും മാറൂത്തും വന്നുകൊണ്ട് അവിടെ സിഹിർ പഠിപ്പിച്ചു എന്നാണ് ഖുർആൻ പറഞ്ഞതാണ്. അവർ അപ്പൊ നമുക്ക് സംശയം ഉണ്ടാക്കാം, ഒരു നല്ല മലക്കുകൾ വന്നിട്ട് എങ്ങനെ ഇപ്പൊ ഈ ഇത്തരം ചീത്ത കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് എന്തിനാ? അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ നിയോഗിക്കുന്നു, അവരത് പഠിപ്പിക്കാൻ വരുന്നു. അത് പഠിപ്പിക്കുമ്പോൾ അവർ പറഞ്ഞു, ഇന്നമാ നഹ്നു ഫിത്നത്തുൻ, ഞങ്ങൾ പരീക്ഷണമാണ്, ഫലാ തക്ഫുർ, അതുകൊണ്ട് ഇത് പഠിച്ച് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? കാഫിറായി പോകരുത്. അപ്പൊ സിഹിർ ചെയ്താൽ അവന് കാഫിറാകും, അവന് കുഫറിലേക്ക് എത്തിച്ചേരുമെന്നർത്ഥം. അപ്പൊ ഞങ്ങളൊരു പരീക്ഷണമാണ്, ആ പരീക്ഷണത്തിൽ നിങ്ങൾ ഒരിക്കലും പരാജയപ്പെട്ടു പോകരുത്, ഇത് പഠിച്ച് പ്രവർത്തിച്ചിട്ട് നിങ്ങൾ കുഫറിലേക്ക് എത്തി പോകരുത് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ആ മലക്കൾ അത് പഠിപ്പിച്ചത്. പക്ഷെ ആളുകൾ എന്ത് ചെയ്തു? പഠിച്ചു. ഏതാ പഠിച്ചത്? ഒരു ഭർത്താവിനും ഭാര്യയ്ക്കും ഇടയിൽ വേർതിരിവുണ്ടാക്കുന്ന സിഹിർ അവർ പഠിച്ചു. പരസ്പരം വേർതിരിക്കുക, ഭാര്യയും ഭർത്താവിനെയും. പല രൂപങ്ങളിലും രീതികളൊക്കെ ഉണ്ട്, ആ ഭാഗത്തേക്ക് ഞാൻ കിടക്കുന്നില്ല, നമ്മൾ ഈ വിഷയം മാത്രം പറഞ്ഞു പോവുക. അപ്പം ഭാര്യക്കും ഭർത്താവിനും ഇടയിൽ വേർപിരിവുണ്ടാക്കുന്ന സിഹിറുകളുണ്ട്, അത് ജനങ്ങൾ പഠിച്ചു. അവർക്ക് ഒരു ഉപകാരവും ഇല്ലാത്തതും എന്നാൽ ഉപദ്രവം ചെയ്യുന്നതുമായ ആ സിഹിറുകളാണ് അവർ പഠിച്ചത്. അപ്പൊ ഈ സിഹിറുകളൊക്കെ സംഭവിക്കുന്നത് എങ്ങനെയാണ്? അല്ലാഹ് ഇതിനോടുകൂടി മാത്രമാണ് അതൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ സിഹിർ സംഭവിച്ചാൽ, സിഹിർ ഫലിച്ചാൽ, സിഹിർ ഉണ്ടായാൽ അത് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അല്ലാഹുവിന്റെ അനുമതിയോടുകൂടി മാത്രമേ ഇവർക്കും ഈ ദ്രോഹം ചെയ്യാൻ സാധിക്കുകയുള്ളൂ, ഈ പിശാചുക്കൾക്ക് സിഹിറിലൂടെ. അപ്പോ സിഹിർ ഉണ്ട് എന്നർത്ഥം, അതൊരു സത്യമാണ് എന്നർത്ഥം. അതിന് വിശുദ്ധ ഖുർആൻ തെളിവാണ്. ഇനിയോ ഹദീസിലും വന്നിട്ടുള്ള സിഹിറിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹിർ ബാധിച്ച ആ സംഭവം തന്നെ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസാണ്. ഇതിന് പുറമെ മറ്റുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിലും ഈ ഹദീസ് കാണുവാൻ സാധിക്കും. ഒന്ന്, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഖാലത്ത് സുഹിറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
സഹറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റജുലുൻ മിൻ ബനി സുറൈഖ്, ബനൂ സുറൈഖിൽപ്പെട്ട ഒരു മനുഷ്യൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എതിരിൽ സിഹ്ർ ചെയ്തു. യുഖാലു ലഹു ലബീദ് ഇബ്നുൽ ആസം. ആ ചെയ്ത ജൂത ഗോത്രാണ്. ആ മനുഷ്യന്റെ പേര് ലബീദ് ഇബ്നുൽ ആസം എന്നാണ്. ഹത്താ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖയ്യലു ഇലൈഹി അന്നഹു കാന യഫ്അലു ശൈഅ വമാ ഫഅലഹു. താൻ ചെയ്യാത്ത ഒരു കാര്യം ചെയ്തു എന്നൊരു തോന്നൽ, ദാ സിഹ്ർ. റസൂലിനെ ബാധിച്ചത് ഇതാണ്, താൻ ചെയ്തിട്ടില്ലാത്ത ഒരു വിഷയം ചെയ്തു എന്നിങ്ങനെ തോന്നുക. ചില റിപ്പോർട്ടുകളൊക്കെ ഭാര്യയുമായി ബന്ധപ്പെടാതെ തന്നെ ബന്ധപ്പെട്ടു എന്ന് തോന്നുക, ബന്ധപ്പെട്ടാൽ പിന്നെ ഇങ്ങനെ ബന്ധപ്പെടാതെ തന്നെ ബന്ധപ്പെട്ടു എന്ന് തോന്നല്. ഹത്താ ഇദാ കാനത് ദാത യൗമിൻ, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആയിഷ റളിയല്ലാഹു അൻഹ പറയാ, വഹുവ ഇൻദി, പ്രവാചകൻ എന്റെ അടുക്കൽ ഇരിക്കുന്നുണ്ട്. ആ പ്രവാചകൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് റബ്ബിനോട്. തുമ്മ ഖാല, എന്നിട്ട് എന്നോട് പറഞ്ഞു, യാ ആയിഷ അശഅർതി, നീ അറിഞ്ഞോ, അന്നല്ലാഹ അഫ്താനി ഫീമസ്തഫ്തൈതുഹു ഫീഹി, ഏതൊരു വിഷയത്തിലാണോ അള്ളാഹുവോട് ഞാൻ കാര്യം ചോദിച്ചിരുന്നത് ആ വിഷയത്തിലും അള്ളാഹ് എനിക്ക് ഇതാ പരിഹാരം തന്നിരിക്കുന്നു. അതാനി റജുലാനി, രണ്ടാളുകൾ എന്റെ അടുക്കൽ വന്നു. ഫഖഅദ അഹദുഹുമാ ഇൻദ റഅസി, ആ രണ്ടാളുകളിൽ ഒരാൾ എന്റെ തലക്കരികിലിരുന്നു. വൽ ആഖറു ഇൻദ റിജ്ലയ്യ, ഒരാൾ എന്റെ രണ്ട് കാൽ സമീപത്തും ഇരുന്നു. എന്നൊരു സംസാരം. ഈ പിന്നെ തലക്കരികിൽ ഇരുന്ന ജിബ്രീലായിരുന്നു, കാലിന്റെ ഭാഗത്ത് ഇരുന്നത് മീകായിലുമായിരുന്നു. അവർ രണ്ടുപേരും തമ്മിൽ സംസാരം. മീകായിൽ ചോദിക്കുകയാണ് ജിബ്രീലിനോട്, ഇദ്ദേഹത്തിന് എന്ത് പറ്റി? മുഹമ്മദ് നബിയെ കുറിച്ചാ ചോദ്യം. മുഹമ്മദ് നബിയുടെ അടുക്കൽ ആ രണ്ട് മലക്കൾ വന്നിട്ടുള്ളത്. ആ രണ്ട് മലക്കളുടെ സംഭാഷണം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്ന് കേൾക്കുകയാണ്. അപ്പൊ ചോദിച്ചു, എന്ത് പറ്റി വ്യക്തിക്ക്? ജിബ്രീൽ പറഞ്ഞു, മത്ബൂബ്. മത്ബൂബ് എന്ന് പറഞ്ഞാൽ മസ്ഹൂർ, സിഹ്ർ ബാധിച്ചവനാണ്, സിഹ്ർ ബാധിച്ചിട്ടുണ്ട്. അപ്പൊ മീകായിൽ ചോദിക്കുന്നു, മൻ തബ്ബഹു, ആരാ അത് ചെയ്തത്? ഖാല, ജിബ്രീലിന്റെ മറുപടി, ലബീദ് ഇബ്നുൽ ആസം, അത് ചെയ്തത് ജൂതനായ ലബീദ് ഇബ്നുൽ ആസമാണ്. അപ്പൊ മീകായിൽ ചോദിച്ചു, ഫീ അയ്യി ഷൈഇൻ, എന്തിലാണ് അത് ചെയ്തിട്ടുള്ളത് സിഹർ? അപ്പൊ ജിബ്രീൽ പറഞ്ഞു, ഫീ മുഷ്തിം വ മുശാത്തത്തിൻ വ ജഫ്ഫി തലഇ നഖലത്തി ദക്കർ, പിന്നെ ചീർപ്പ് അല്ലെങ്കിൽ മുടി, അതേപോലെ ഈ പിന്നെ ഈത്തപ്പഴത്തിന്റെ ആ കുല വരുന്ന പൂമ്പാള എന്ന് പറയാറുണ്ട്, അത് ആ പൂമ്പാള, അതിലാണ് ഇത് ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പൊ മീകായിൽ ചോദിച്ചു, ഐന ഹുവ, എവിടെയാണ് ആ സിഹർ വെച്ചിട്ടുള്ളത്? ഖാല, അപ്പൊ ജിബ്രീൽ പറഞ്ഞു, ഫീ ബിഇരി ദർവാൻ, ദർവാൻ എന്ന് പറയുന്ന കിണറ്റിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഭാഷണം കഴിഞ്ഞ് നേരം പുലർന്നു എണീറ്റ് പോയി. കാരണം പ്രവാചകന്മാരുടെ സ്വപ്നം വഹ്യാണ്. പ്രവാചകൻ എണീറ്റ് പോയി. ഫഅതാഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ നാസിൻ മിന സുഹാബിഹി, തന്റെ ചില സ്വഹാബികളെയും കൂട്ടി പ്രവാചകൻ അങ്ങോട്ട് ചെന്നു. ഫജാഅ ഫഖാൽ, എന്നിട്ട് അവിടെ പോയിട്ടുണ്ടായ സംഭവം തിരിച്ചു വന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുക്കുക. യാ ആയിഷ കഅന്ന മഅഹാ നഖാഅത്തുൽ ഹിന്നാ, ഞാൻ അവിടെ ചെന്നപ്പോൾ ആ സിഹ്ർ ചെയ്ത് അവർ നിക്ഷേപിച്ച കിണറിലെ വെള്ളം അത് മൈലാഞ്ചി പോലെ ചുവന്നിട്ടുണ്ടായിരുന്നു. വകഅന്ന റൂസ നഖ്ലിഹാ റൂസ ശയാത്തീൻ, ആ തോട്ടത്തിലെ ഈത്തപ്പന മരങ്ങളുടെ മുകൾ ഭാഗം പിശാചുക്കളുടെ തല പോലെയായിട്ടുണ്ടായിരുന്നു. ഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അഫലസ്തഖറജ്തഹു, എന്നാ നിങ്ങൾക്ക് ആ സിഹ്ർ പുറത്തെടുക്കാമായിരുന്നില്ലേ, അത് പുറത്തേക്ക് കൊണ്ടുവരാമായിരുന്നില്ലേ? ഖാല, പ്രവാചകൻ പറഞ്ഞു, ഖദ് ആഫാനില്ലാഹു, അല്ലാഹ് എനിക്ക് ആഫിയത്ത് നൽകി, അല്ലാഹ് എന്റെ അസുഖം മാറ്റി. എന്നാ തോന്നല്, നേരത്തെ സിഹ്ർ ബാധിച്ചു എന്ന് പറഞ്ഞ പ്രയാസം ഉണ്ടല്ലോ, ആ തോന്നല് അതെനിക്ക് മാറി. ഫകരിഹ്തു അൻ ഉസീറ അലന്നാസി ഫീഹി ശർറൻ ഫഅമറ ബിഹാ ഫദുഫിനത്, ഇനി അത് പുറത്തേക്ക് എടുത്തിട്ട് ജനങ്ങൾക്കിടയിൽ ഫിത്ന ഉണ്ടാക്കാൻ, ഒരു ഫിത്നക്ക് കാരണമാകണ്ട എന്ന് കരുതിക്കൊണ്ട് ഞാൻ അത് കിണർ മൂടാൻ, അത് കിണറ്റിലിട്ടുകൊണ്ട് തന്നെ അത് മൂടാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ബാധിച്ചതായിട്ട് ഹദീസിൽ വന്നിട്ടുള്ളത്. ഈ ഹദീസിനെ സംബന്ധിച്ച് പലപ്പോഴും പല ആളുകളും ഒന്ന് ഇത് ഖുർആനിനെതിരാന്ന് പറയാറുണ്ട്. ഖുർആനിനെതിരാന്ന് ചില ആളുകളൊക്കെ ഇന്ന് പറയാനുള്ള കാരണം, വിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി മുശ്രിക്കുകൾ പറഞ്ഞൊരു വാക്യമുണ്ട്, ഇം തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഹൂറ, നിങ്ങൾ സിഹ്ർ ബാധിച്ച ഈ മുഹമ്മദിനെയാണോ പിൻപറ്റുന്നത് എന്ന് മുശ്രിക്കുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മുശ്രിക്കീങ്ങളുടെ വാദത്തെ ശക്തിപ്പെടുത്തലല്ലേ റസൂലിന് സിഹ്ർ ബാധിച്ചു എന്ന് പറഞ്ഞാൽ എന്ന് ചില ആളുകൾ ഇന്ന് ചോദിച്ചു കൊണ്ടിരിക്കുന്നു. ആ ചോദ്യത്തിന്റെ അർത്ഥം അവൻ ശരിക്കും ഖുർആൻ പഠിച്ചിട്ടില്ല എന്നാണ്, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ചരിത്രം മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് ചോദ്യത്തിന്റെ അർത്ഥം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബാധിച്ച സിഹ്ർ, ഇവിടെ പറഞ്ഞ ഈ സിഹ്റിനെ കുറിച്ചല്ല മുശ്രിക്കുകളുടെ വർത്താനം. നേരെ മറിച്ച് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന് പ്രവാചകൻ പ്രഖ്യാപിച്ചപ്പോൾ ആ പ്രഖ്യാപനത്തെ കുറിച്ച് മുശ്രിക്കുകൾ എന്ത് പറഞ്ഞത്? ഇത് സിഹ്ർ ബാധിച്ചിട്ട് പറയാണ്, ഇതാ സിഹ്ർ.
പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ഓതിക്കേൽപ്പിച്ചു കൊടുത്തപ്പോൾ ആ ഓതിക്കേൽപ്പിച്ചു കൊടുത്ത വിഷയത്തെ കുറിച്ചാണ് പറഞ്ഞത് ഇതെന്താണ് സിഹറാണ് എന്ന്. അതല്ലാതെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബാധിച്ചു എന്ന് ഹദീസിൽ വന്നിട്ടുള്ള ഈ വിഷയത്തെ കുറിച്ചുള്ള പരാമർശമേ അല്ല എന്ന് മാത്രമല്ല, വിശുദ്ധ ഖുർആനിൽ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് സിഹിർ ബാധിച്ചു എന്നൊരു പരാമർശം വരുന്നു. കഴിയില്ലല്ലോ, അത് വിശുദ്ധ ഖുർആനിന്റെ വചനമാണ്. സൂറത്ത് ത്വാഹയിൽ 65 മുതൽ 67 വരെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഫിറഔന്റെ മുമ്പിലെത്തിയിട്ട് അവർ തമ്മിലുള്ള സംവാദമുണ്ടായപ്പോൾ ഫിറഔന്റെ അനുയായികൾ വടികളും കാരകളും നിലത്തിട്ട് ആ നിലത്തിട്ട സന്ദർഭത്തിൽ ഖാലൂ യാ മൂസ ഇമ്മാ അൻ തുൽഖിയ വ ഇമ്മാ അൻ നകൂന അവ്വല മൻ അൽഖാ, ഞങ്ങൾ ഇടണോ ആദ്യം നിങ്ങൾ ഇടണോ? സംസാരം ഉണ്ടായി. അപ്പൊ മൂസാ നബി പറഞ്ഞു നിങ്ങൾ ഇട്ടോളൂ. ഖാല ബൽ അൽഖൂ ഫൈദാ ഹിബാലുഹും വഅസിയുഹും യുഖയ്യലു ഇലൈഹി മിൻ സിഹ്രിഹിം അന്നഹാ തസ്ആ. എന്താ അതിന്റെ അർത്ഥം? ഈ ആളുകൾ കയറുകളും വടികളും നിലത്തിട്ടപ്പോൾ അത് അവരുടെ സിഹിർ മുഖേന അതിങ്ങനെ ഇളയുന്നതായിട്ട് മൂസാ നബിക്ക് തോന്നി. അതന്നെ സിഹിർ. ശരിക്കുള്ള കയറ്, ശരിക്കുള്ള വടികളും പാമ്പായിട്ട് ആർക്ക് തോന്നി? മൂസാ നബിക്ക് തോന്നി. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ ചെയ്യാത്ത ഒരു കാര്യം ചെയ്തു എന്ന് തോന്നി. രണ്ടും തോന്നൽ തന്നെയാണ്. അല്ലാണ്ട് വലിയൊരു പ്രശ്നം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹിറിന്റെ പേരിൽ ഉണ്ടായെന്ന് ഹദീസിൽ വന്നിട്ടില്ല. അവിടെ തോന്നൽ മാത്രമാണ്. ആ തോന്നൽ ഉണ്ടായി എന്ന് മൂസാ നബിയെ കുറിച്ച് ഖുർആനും പറയുന്നുണ്ട്. അങ്ങനെ അവരുടെ സിഹിറിന്റെ ഫലമായിക്കൊണ്ട് ആ വടികളും കയറുകളും പാമ്പായി ഇഴയുന്നത് കണ്ട് തോന്നിയപ്പോൾ അദ്ദേഹത്തിന് പേടി തോന്നി എന്നാണ്. അപ്പൊ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഈ സിഹിർ അദ്ദേഹത്തിന് ബാധിച്ച ആ സംഭവം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അത് നിഷേധിക്കാൻ വകുപ്പൊന്നുമില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഹദീസിൽ വന്ന ഈ പരാമർശം അത് ഖുർആനിനെതിരാണ് എന്ന് പറയാൻ ഒരു വകുപ്പുമില്ല. കാരണം വിശുദ്ധ ഖുർആനിലൂടെ മുശ്രിക്കുകളുടെ വാദമായി കൊണ്ട് പറഞ്ഞ സിഹിർ അത് വേറെ ചില വിഷയങ്ങളാണ്, ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ ചില ആളുകൾ പറഞ്ഞു ഇത് ബുദ്ധിക്കെതിരാണ്. അത് നമ്മൾ അങ്ങോട്ട് ചെവി കൊടുക്കേണ്ട ആവശ്യമില്ല. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം അഖലിനേക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ടത് നഖലിനാണ്, പിന്നെ പ്രമാണങ്ങൾക്കാണ്. പിന്നെ ആരുടെ ബുദ്ധി അതൊക്കെ പരിശോധിക്കണമല്ലോ. ഈ ഹദീസ് ഉദ്ധരിച്ച പണ്ഡിതന്മാർക്ക് ഇത് ബുദ്ധിക്കെതിരായി തോന്നിയിട്ടില്ല. മഹാനായ ഇമാം ബുഖാരി റഹിമഹുല്ലാ ഒരു 1400ഓളം വർഷം ആ ഗ്രന്ഥം എന്ന് ലോകം കൈമാറിക്കൊണ്ടിരുന്നു. ഇക്കണ്ട കാലം വരെ ആരും ഈ ഹദീസുകളെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇടയ്ക്ക് വെച്ച് ചില ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന് സുന്നത്തി ജമാഅത്തിന്റെ പണ്ഡിതന്മാർ മറുപടിയും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ആധുനിക കാലഘട്ടത്തിൽ ചില ആളുകൾക്ക് ഈ ഹദീസുകളൊന്നും സ്വീകരിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ അത് ബുദ്ധിക്കെതിരാണ്, അത് സ്വഹീഹല്ല എന്ന് പോലും പറഞ്ഞ വിദ്വാൻമാരുണ്ട്. ഈ ഹദീസ് സ്വഹീഹല്ല, ഈ ഹദീസ് സ്വഹീഹല്ല എന്ന് പറഞ്ഞ വലിയൊരു അപകടമുണ്ട്. ഈ ഹദീസിന്റെ പരമ്പരയിലുള്ള അതേ ആളുകൾ ഉദ്ധരിച്ച 120ഓളം ഹദീസുകൾ വേറുണ്ട് ബുഖാരിയിൽ, ഒക്കെ തള്ളേണ്ടി വരും. ഈ ഹദീസ് ഉദ്ധരിച്ച ആ പരമ്പരയിലുള്ള അതേ ആളുകൾ ഉദ്ധരിച്ച വേറെ 120ഓളം ഹദീസുകൾ ബുഖാരിയിലുണ്ട്. അപ്പൊ ആ പരമ്പരയിലുള്ള ആളുകൾ ഉദ്ധരിച്ച ഈ ഹദീസ് മാത്രം ശരിയല്ല, ബാക്കിയുള്ളതൊക്കെ ശരി. അതെങ്ങനെ വരിക? അപ്പൊ ഇതൊക്കെ പഠിക്കാതെ ഓരോന്ന് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ ഇസ്ലാമിന്റെ നേർക്കാണ് ഇത്തരം ശബ്ദങ്ങൾ എന്ന് ആ വിളിച്ച് പറയുന്ന ആളുകൾ ആലോചിക്കണം. നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രാമാണികമായി ഒരു വിഷയം വന്നാൽ നമ്മുടെ ബുദ്ധിക്കോ നമ്മുടെ യുക്തിക്കോ സ്ഥാനം നൽകാതെ സ്വഹീഹാണെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ള ആ വിഷയം അങ്ങോട്ട് അംഗീകരിക്കുക. ഈ ഹദീസ് ഈ സംഭവം വിശദീകരിച്ചുകൊണ്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയാണ്, വഖദ് അൻകറ ഹാദാ ത്വായിഫത്തും മിനൻ നാസ്, ചില ആളുകളൊക്കെ ഇതിനെ നിഷേധിച്ചിട്ടുണ്ട്. ഇതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹിർ ബാധിച്ചു എന്നതിനെ നിഷേധിച്ചിട്ടുണ്ട്. അവർ പറയുന്നു ലാ യജൂസു അലൈഹിം, നബിയെ കുറിച്ച് അങ്ങനെ പറയൽ ശരിയല്ല. കാരണം വലന്നൂഹു നഖ്സൻ വഐബ, അത് പ്രവാചകന്റെ ഒരു ന്യൂനതയായിട്ട് അവർ കാണുന്നു. വലൈസൽ അംറു കമാ സഅമു, കാര്യത്തിന്റെ കിടപ്പ് അങ്ങനെയല്ല. ഇബ്നുൽ ഖയ്യിം പറയാ, ഇവർ മനസ്സിലാക്കിയതുപോലെ അല്ല വിഷയം, മറിച്ച് ബൽ ഹുവ മിൻ ജിൻസി മാ കാന യഅതരീഹി മിനൽ അസ്ഖാമി വൽ ഔജാഇ, സാധാരണ ഒരു വ്യക്തിക്കുണ്ടാകുന്ന രോഗം പ്രയാസം അതേപോലെ ഒരു ആ ഇനത്തിൽപ്പെട്ടതായിരുന്നു പ്രവാചകൻ ഉണ്ടായത്. വഹുവ മിൻ മറദിൽ അംറാദ്, സാധാരണ ഒരു രോഗം അസ്വാബതുഹു ബിഹി കഇസ്വാബതിഹി സുമ്മു, പ്രവാചകന് പണ്ട് വിഷമേറ്റല്ലോ, ആ വിഷം ബാധിച്ച പോലെ ഇങ്ങനെയും ബാധിച്ചു, അത്രയുള്ളൂ. ലാ ഫറഖ ബൈനഹുമാ, അതിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. എന്നിട്ട് അപ്പൊ മനസ്സിലാക്കുന്ന വിഷയം എന്താ? പ്രവാചകനും ദീൻ എത്തിക്കുന്ന വിഷയത്തിലോ തബ്ലീഗിലോ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. എനിക്ക് സിഹിർ ബാധിച്ചത് കൊണ്ട് ഇനി ചില കാര്യങ്ങളൊന്നും പറയാൻ കഴിയുന്നില്ല എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. ഈ ഒരു തോന്നൽ പ്രവാചകന്റെ ജീവിതത്തിലും അല്പം ചില സമയങ്ങളിൽ ഉണ്ടായി എന്ന് മാത്രം. ഇമാം മാസിരി പറയാ, ഖദ് അൻകറ ഹാദൽ ഹദീസ,
ഈ ഹദീസിനെ ചില ആളുകൾ നിഷേധിച്ചിട്ടുണ്ട്. അൽ മുബ്തദിഅതു ബിദ്അത്തിന്റെ കക്ഷികൾ. ഈ ഹദീസിനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ബാധിച്ചു എന്ന ആ ഹദീസിനെ നിഷേധിച്ചവർ ആരാണ്? അൽ മുബ്തദിഅതു ബിദ്അത്തിന്റെ കക്ഷികളാണ്. മിൻ ഹൈതു അന്നഹു യഹുത്തു മൻസബദ് ദഅവ. പ്രവാചകത്വത്തിന്റെ ആ സ്ഥാനത്തിൽ നിന്ന് പ്രവാചകനെ താഴ്ത്തിക്കളയും എന്നതാണ് അതിന് ആളുകൾ കാരണമായിട്ട് കണ്ടത്. മാത്രമല്ല പ്രവാചകത്വത്തിൽ സംശയമുണ്ടാക്കും. മാത്രവുമല്ല ഫലഅല്ലഹു ഹീനഇദിൻ യുഖയ്യലു ഇലൈഹി അന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം യഅതീഹി വലൈസ സമ്മ ജിബ്രീൽ വരാതെ തന്നെ വന്നു എന്ന് ചിലപ്പം തോന്നിയാലോ. സിഹ്ർ ബാധിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ പ്രശ്നങ്ങൾ. അതുകൊണ്ട് ചില ആളുകൾ എന്ത് ചെയ്തു? ഈ സിഹ്ർ ബാധയെ നിഷേധിക്കുന്നുണ്ട്. പക്ഷേ ഇതിന് മറുപടി ആയിക്കൊണ്ട് അദ്ദേഹം പറയുന്നു, വഹാദല്ലദീ ഖാലൂഹു ബാത്തിലുൻ ഖത്അൻ. ഈ പറഞ്ഞതെല്ലാം ബാത്തിലാണ്, ഖണ്ഡിതമായും ബാത്തിലാണ്, അസത്യമാണ്. കാരണം പ്രവാചകത്വത്തിന്റെ തെളിവെന്ന് പറഞ്ഞാൽ വഹുവൽ മുഅ്ജിസത്തു, അത് പ്രവാചകന്റെ മുഅ്ജിസത്തുകളാണ്. അത് പ്രവാചകന് വളരെ വ്യക്തമായ ജീവിതത്തിൽ പലതവണ പ്രകടമായിട്ടുണ്ട്. ദല്ല അലാ സുദ്ഖിഹി ഫീമാ യുബല്ലിഗുഹു അനില്ലാഹി തആല വഇസ്മതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീഹി. പ്രവാചകൻ മാസൂമാണെന്നും പ്രവാചകൻ അല്ലാഹുവിൽ നിന്നും ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ അതിൽ പ്രവാചകൻ സത്യസന്ധനാണെന്നും ഒരുപാട് മുഅ്ജിസത്തുകളിലൂടെ ഒരുപാട് അടയാളങ്ങളിലൂടെ തെളിയിക്കപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് തെളിവ് വന്ന വിഷയത്തിന് വിരുദ്ധമായി കൊണ്ട് നമ്മൾ പല കാര്യങ്ങളും ഊഹിച്ചുകൊണ്ട് പ്രവാചകൻ അത് ബാധിച്ചു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആവൂലേ അല്ലെങ്കിൽ അങ്ങനെ ആവൂലേ എന്ന് നമ്മൾ ഊഹിച്ചുകൊണ്ട് പറയാൻ വകുപ്പില്ല എന്നാണ് പണ്ഡിതന്മാരും ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ മറ്റൊരു പണ്ഡിതൻ പറയുകയാണ്, അമ്മാ വഖൂഉൽ മറദി ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന് ഈ രോഗം ബാധിച്ചു ബിസബബി സിഹർ, സിഹറിന്റെ ഭാഗമായി കൊണ്ട് അങ്ങനെ ബാധിച്ചു എന്ന് പറഞ്ഞാൽ ഫലാ യജുറു ഖലലൻ ലിമൻസബിൻ നുബുവ, പ്രവാചകത്വത്തിന്റെ സ്ഥാനത്തിനും യാതൊരു ദോഷവും അത് വരുത്തുന്നില്ല. കാരണം ലിഅന്നൽ മറദ അല്ലദി ലാ നഖ്സ ഫീഹി ഫിദ്ദുനിയ യഖഉ ലിൽ അംബിയാഇ വയസീദു ഫീ ദറജാതിഹിം ഫിൽ ആഖിറ. ന്യൂനതയായി കൊണ്ടല്ല രോഗത്തെ കാണേണ്ടത്. അത് ചില അനുഭവങ്ങളാണ്. അതൊരു ന്യൂനതയോ പോരായ്മയോ അല്ല. അത് ഇഹലോകത്ത് നബിമാർക്കുണ്ടാകും. അത് ചിലപ്പോൾ പരലോകത്തോടെ സ്ഥാനങ്ങൾ ഉയർത്താൻ പോലും കാരണമായി തീരും. അപ്പൊ രോഗം മാത്രമായി കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ബാധിച്ച സിഹറിനെ പണ്ഡിതന്മാരും ഗണിച്ചിട്ടുള്ളത്. അല്ലാണ്ട് അവരാരും നിഷേധിക്കാൻ പോയിട്ടില്ല. മാത്രവുമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ സിഹ്ർ ബാധിച്ചതിലൂടെ നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയം എന്താ? സിഹ്ർ ബാധിച്ചാൽ എന്ത് ചെയ്യണമെന്നുള്ള പഠിപ്പിച്ചു തരാ പ്രവാചകനിലൂടെ. എന്താ റസൂൽ ചെയ്തത്? വേറൊരു സാഹിറിനെ കാണാൻ പോയില്ല, വേറെ ഒരു ജ്യോത്സ്യപ്പണി ചെയ്യുന്ന ആളെ അന്വേഷിച്ചു പോയിട്ടില്ല, ഒരു തിരിച്ചു മാറ്റലോ മറിച്ച് ചെയ്യലോ പ്രവാചകൻ ചെയ്തിട്ടില്ല. മറിച്ച് ആയിഷ, ഞാൻ അള്ളാഹുവോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന വിഷയത്തിൽ എനിക്ക് പരിഹാരം കിട്ടി എന്ന ഹദീസിന്റെ തുടക്കം. അപ്പൊ എന്ത് മനസ്സിലായി? സിഹ്ർ അഥവാ ബാധിച്ചാൽ എന്ത് ചെയ്യണം? അള്ളാഹുവോട് പ്രാർത്ഥിക്കണം, അവനോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം, വേറെ മാർഗമൊന്നുമില്ല. അപ്പൊ അള്ളാഹുവോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക, അതാണ് ചെയ്യേണ്ടത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ സിഹ്ർ ബാധയിലൂടെ അത് ഉണ്ടായതിലൂടെ നമ്മെ പഠിപ്പിക്കുവാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ ഒരു സംശയം പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി പലരും പറയാറുണ്ട്, നല്ലവരായി ജീവിച്ച സിഹ്ർ ബാധിക്കൂല, അല്ലെങ്കിൽ ദിക്റും പ്രാർത്ഥനകൾക്കും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയാൽ സിഹ്ർ ബാധിക്കൂല എന്നാണല്ലോ പറയാറ്. അങ്ങനെയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോശക്കാരനായത് കൊണ്ടാണോ സിഹ്ർ ബാധിച്ചത്? പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. യഥാർത്ഥത്തിൽ അള്ളാഹു നമ്മോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഞാൻ ഉത്തരം തരും. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ പ്രാർത്ഥനക്കും പലപ്പോഴും ഉത്തരം കിട്ടാറില്ല. അതിന് യുക്തി അറിയുന്നവൻ അള്ളാഹുവാണ്. ചില കാര്യങ്ങൾ അത് തടഞ്ഞു വെക്കും, അത് പരലോകത്ത് അവൻ തരുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ രക്ഷക്കായി സ്വീകരിക്കാൻ അള്ളാഹ് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക എന്ന് മാത്രം. അത് തരലും തരാതിരിക്കലും ആരുടെ കയ്യിലാണ്? അള്ളാഹിന്റെ കയ്യിലാണ്. ചിലപ്പോൾ നമ്മൾ എല്ലാ നല്ലത് ചെയ്തു, എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്തു, ഒരു നാട്ടിൽ ഏറ്റവും നല്ലവനായി ജീവിച്ചു. പക്ഷെ ആ നാട്ടിൽ ഏറ്റവും വലിയ പരീക്ഷണം ചിലപ്പോൾ ആർക്കായിരിക്കാം? എനിക്കായിരിക്കാം. എല്ലാ ബുദ്ധിമുട്ടുകളും എനിക്കായിരിക്കാം. അപ്പൊ ഞാൻ പറയാ, ഇതുകൊണ്ടൊന്നും വലിയ കാര്യമല്ല, അത് നന്നാകാൻ പറഞ്ഞിട്ടും നന്നായി, അതുകൊണ്ടും വലിയ ഗുണമല്ല, ഇപ്പൊ എല്ലാ ബുദ്ധിമുട്ടുകളും എനിക്കാണ് എന്ന് ചിന്തിക്കാൻ പാടില്ല. അള്ളാഹ് മനുഷ്യനെ പരീക്ഷിക്കും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് ബാധിച്ചത് ഒരു പരീക്ഷണം എന്ന നിലക്കാണ്. അള്ളാഹ് ഏറ്റവും കൂടുതൽ പരീക്ഷിക്കാരെയാണ്? അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്തവരെ, അമ്പിയാക്കന്മാരെ അങ്ങനെ അടുത്തവരെ. അപ്പൊ ആ നിലക്കും അള്ളാഹുവിന്റെ പരീക്ഷണം എന്ന നിലക്കും മാത്രം അത് കണ്ടാൽ മതി. അതല്ലാതെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടിയുള്ള ഇത്തരം വാചകങ്ങൾ, ഇത്തരം പരിശ്രമങ്ങൾ നമ്മൾ കണ്ടറിയുക തന്നെ വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോശക്കാരനായത് കൊണ്ടോ അല്ലെങ്കിൽ ജീവിത രീതി ശരിയല്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല പ്രവാചകനെ സിഹ്ർ ബാധിച്ചത്. ഏറ്റവും നല്ല ജീവിതം നയിച്ച വ്യക്തിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നിങ്ങളെക്കാളെല്ലാം നിങ്ങളിൽ ഏറ്റവും അത്ഖാക്കും ലില്ലാഹ്, ഏറ്റവും നല്ല മുത്തഖിയായി ജീവിച്ചവനാണ് എന്ന് നബി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ പ്രവാചകൻ അത് ബാധിച്ചത് അതൊരു പരീക്ഷണം തന്നെയായിരുന്നു. അങ്ങനെ ബാധിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ആളുകൾ എന്നുകൂടി ആ പ്രവാചകനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഇനി അപ്പൊ സിഹിറിനെ കുറിച്ച് ഹദീസിൽ ഇങ്ങനെ വന്നു, ആയത്തിലും ഇങ്ങനെ വന്നു. ഇനി പണ്ഡിതന്മാർ എന്ത് പറയുന്നു അതുകൂടി വിശദീകരിക്കാം. ഇമാം ഖത്താബി പറയുകയാണ്, ഖദ് അൻകറ ഖൗമുൻ മിൻ അസ്ഹാബി തബാഇ സിഹറ. ചില ആളുകൾ, ഈ പ്രകൃതിവാദികൾ, അവർ സിഹിർ നിഷേധിച്ചിട്ടുണ്ട്. വഅബ്തലു ഹഖീഖതഹു, അതിന്റെ യാഥാർത്ഥ്യത്തെ അവർ നിഷേധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒന്നും ഇല്ല എന്നവർ പറയുന്നു. വൽ ജവാബ്, നമുക്ക് പറയാനുള്ളത് അന്ന സിഹറ സാബിത്തുൻ, സിഹിർ യാഥാർത്ഥ്യമാണ്. വഹഖീഖതുഹു മൗജൂദത്തുൻ, അത് ഉള്ളതാണ്. ഇത്തഫഖ അക്സറുൽ ഉമ്മമി മിനൽ അറബി വൽ ഫുർസി വൽ ഹിന്ദി വബഅദ് റൂമി അലാ ഇസ്ബാതിഹി. മുൻകാല പണ്ഡിതന്മാരായിട്ടുള്ള അവർ അറബികളായിട്ടുള്ളവരും പ്രദേശക്കാരായിട്ടുള്ളവരും ഇന്ത്യക്കാരായിട്ടുള്ളവരുമായ എല്ലാ മുൻഗാമികളായ പണ്ഡിതന്മാരും ഇതൊക്കെ സത്യമാണ് എന്ന കാര്യത്തിലും അവർ ഏകോപിച്ചിട്ടുണ്ട്. വഹഉലായി അഫ്ദലു സുക്കാനി അഹ്ലിൽ അർള്, ഈ ഭൂമിയിൽ കഴിഞ്ഞു പോയ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകളായിരുന്നു അവർ. മാത്രമല്ല വഅക്സറുഹും ഇൽമൻ വഹിക്മ, നല്ല അറിവും ഹിക്മത്തും ഉണ്ടായിരുന്നവരായിരുന്നു അവർ എന്ന് മാത്രമല്ല അല്ലാഹ് പറയുന്നു വയുഅല്ലിമൂന അന്നാസ സിഹർ, ആ മലക്കുകൾ ജനങ്ങളെ സിഹിർ പഠിപ്പിച്ചു. ഹാറൂത്തും മാറൂത്തും. അപ്പൊ ഇല്ലാത്തൊരു വിഷയം പഠിപ്പിക്കാൻ കഴിയില്ല, ഉള്ള ഒന്നാ പഠിപ്പിക്കാൻ കഴിയുള്ളൂ. അപ്പൊ ആ മലക്കിനെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞ പരാമർശം എന്തിനെ സൂചിപ്പിക്കുന്നു? ആ സിഹിറിന് യാഥാർത്ഥ്യമുണ്ട് എന്നതിനെ സൂചിപ്പിക്കുന്നു. ഇനി ഒരാൾ സിഹിറിനെ നിഷേധിച്ചാൽ അത് ജഹില, വിവരക്കേടാ. സിഹിർ ബാധിക്കൂല എന്ന് പറഞ്ഞാൽ, അത് യാഥാർത്ഥ്യമില്ലെന്ന് പറഞ്ഞാൽ അത് വിവരക്കേടാണ്. ഇനി സിഹിർ ബാധിക്കൂല എന്ന് പറയുന്ന വ്യക്തിക്ക് മറുപടി പറയാൻ പോകുന്നത് തന്നെ വെറും പണിയാണ്, വെറുതെ അതിന് പോണ്ടാണ്. അത്രത്തോളം പണ്ഡിതന്മാര് സിഹിറിന്റെ യാഥാർത്ഥ്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇമാം മാസുരി പറയാ, അസ്സിഹറു അംറുൻ സാബിതുൻ, സിഹിർ സംഭവ്യമാകുന്ന യാഥാർത്ഥ്യമായ ഒരു കാര്യമാണ്. വലഹു ഹഖീഖത്തുൻ, അതിന് യാഥാർത്ഥ്യമുണ്ട്. കഗൈരിഹി മിനൽ അശ്യാഇ, മറ്റുള്ള കാര്യങ്ങളെ പോലെ ഇതിനും യാഥാർത്ഥ്യമുണ്ട്. വലഹു അസറുൻ ഫിൽ മസ്ഹൂർ, സിഹിർ ആരിലാണോ ചെയ്തത് ആ വ്യക്തിയിൽ സ്വാധീനം ഉണ്ടാക്കാനും സിഹിറിലൂടെ സാധിക്കും. ചില ആളുകൾ പറയുന്നു അങ്ങനെ ഒന്നുമില്ല എന്ന്, അതുപോലെയല്ല കാര്യം, അവർ അറിവില്ലാത്തവരാണ് എന്നൊക്കെ പണ്ഡിതന്മാർ വിശദീകരിക്കുക. ഇമാം നവവി പറയുന്നു സിഹിറിനെ കുറിച്ച്, അസ്സിഹറു അസ്സഹീഹു അന്ന സിഹറ ലഹു ഹഖീഖത്തുൻ, സിഹിറിന് യാഥാർത്ഥ്യമുണ്ട്. വബിഹി ഖതഅൽ ജംഹൂർ, അതിലാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരും ഖണ്ഡിതമായി പറഞ്ഞിട്ടുള്ളത്. വഅലൈഹി ആമ്മത്തുൽ ഉലമാ, പൊതു പണ്ഡിതന്മാർ ആ അഭിപ്രായക്കാരാണ്. വയദുല്ലു അലൈഹിൽ കിതാബു വസ്സുന്ന, അതിനെയാണ് ഖുർആനും ഹദീസും ബലപ്പെടുത്തുന്നത്. അസ്സഹീഹത്തുൽ മശ്ഹൂറ, സഹീഹായ പ്രസിദ്ധമായ ഹദീസുകളും അതാണ് സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ ഒട്ടനവധി പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ നമുക്ക് കാണുവാൻ സാധിക്കും സിഹിറിനെ സംബന്ധിച്ച്. അതെല്ലാം സത്യമാണ്, ഉള്ളതാണ്, യാഥാർത്ഥ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് അവർ അംഗീകരിച്ചത്? അത് ഖുർആൻ പറഞ്ഞ വിഷയമാണ്, അതേപോലെ തന്നെ ഹദീസിൽ വന്ന വിഷയമാണ്. അതുകൊണ്ട് പണ്ഡിതന്മാർക്ക് അത് നിഷേധിക്കുവാനോ ന്യായീകരിക്കുവാനോ വകുപ്പ് കാണുന്നില്ല. അതുകൊണ്ട് അവർ ഉണ്ട് എന്ന് പറഞ്ഞു. ഇനി സഹോദരന്മാരെ, സിഹിർ ഞാൻ സൂചിപ്പിച്ചല്ലോ, പിശാചുമായുള്ള ബന്ധത്തിലൂടെ മാത്രമേ സിഹിർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്താണ് അവിടെ സിഹിറും ജിന്നും തമ്മിലുള്ള ബന്ധം? ജിന്ന് പിശാചുക്കളുടെ, ജിന്ന് ഈ വകുപ്പിൽപ്പെട്ട പിശാചുക്കള് അവര് മനുഷ്യന്റെ ചില ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കും. അപ്പോ ഈ പിശാചുക്കൾക്ക് ആവശ്യമായ കാര്യങ്ങൾ മനുഷ്യൻ അങ്ങോട്ട് ചെയ്തു കൊടുക്കും. ഞാൻ നേരത്തെ പറഞ്ഞു പിശാച് സേവ. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഈ കാര്യം വിശദീകരിച്ചുകൊണ്ട് പറയുകയുണ്ടായി, ഇദാ തഖറബ സ്വാഹിബുൽ അസാഇമി വൽ അഖ്സാമി വകുതുബുർ റൂഹാനിയാത്ത് സിഹ്രിയ വഅംസാലു ദാലിക ഇലൈഹിം ബിമാ യുഹിബ്ബൂനഹു മിനൽ കുഫ്രി വശ്ശിർകി സാറ ദാലിക കർദിശ്വതി വൽ ബർതീലി ലഹും. ചില ഗൂഢമായ മന്ത്രങ്ങളും ചില വാചകങ്ങളും ഒക്കെ എഴുതി അതിലൂടെ പിശാചിലേക്ക് ഒരു വ്യക്തി അടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ എഴുതുക, എങ്ങനെയൊക്കെ എഴുതുക എന്നുള്ള വിശദീകരണങ്ങളുണ്ട്. നമ്മൾ അതിലേക്ക് കടക്കേണ്ട ആവശ്യമില്ല, അത് പൊതു ചർച്ച കൊണ്ടുവരേണ്ട ആവശ്യവും ഇല്ല. അങ്ങനെ ഗൂഢമായ പ്രവർത്തനങ്ങളും ചില വാക്കുകളൊക്കെ ചെയ്തിട്ട് പിശാചിലേക്ക് അടുക്കുന്നു. ഇത് എന്താണിത്? ഇത് കർദിശ്വത്തി, കൈക്കൂലി പോലെയാണ്. പിശാചിന് കൈക്കൂലി കൊടുക്കുക എന്തിനാണ്? നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം പിശാച് ചെയ്തു തരാൻ വേണ്ടിയിട്ട്. അതാണ് അങ്ങനെ മനുഷ്യൻ ഇത് ചെയ്യുമ്പോൾ ഈ മനുഷ്യന്റെ ആവശ്യങ്ങൾ പിശാച് നിർവഹിച്ചു കൊടുക്കും. ഏതുപോലെ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് പണം കൊടുക്കുന്നു. എന്തിനാ? യഖ്തുലു ലഹു മൻ യുരീദു ഖത്ലഹു, ഞാൻ ആരെയാണോ കൊല്ലാൻ ഉദ്ദേശിക്കുന്നത് ആ വ്യക്തി അവൻ പോയിട്ട് കൊല്ലണം. അത് ഞാൻ എന്ത് ചെയ്യുന്നു?
പണം കൊടുക്കുന്നു, ഔ യുഈനുഹു അലാ ഫാഹിഷത്തിനും, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു തിന്മയിൽ ആ മനുഷ്യൻ എന്നെ സഹായിക്കണം, അതിന് ഞാൻ അവന് പണം കൊടുക്കുന്നു, ഔ യനാലു മഅഹു ഫാഹിഷ, അല്ലെങ്കിൽ എന്റെ ഒരു തിന്മയിൽ അവൻ എന്റെ കൂടെ ചേരണം. ഇങ്ങനെ ദുഷ്ടമായ ചീത്തയായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടിയും മറ്റൊരുത്തരും നമ്മൾ പണം കൊടുക്കാറുണ്ട് എന്നതുപോലെ പിശാചിന് കൊടുക്കുന്ന പണാണെന്ത്? നമ്മൾ ചിർക്ക് ചെയ്യാം. പിശാചിന് നമ്മൾ കൊടുക്കുന്ന പണമാണെന്ത്? പിന്നെ നമ്മൾ സിഹിർ, പിന്നെ കുഫറും ശിർക്കും ചെയ്യുക. അങ്ങനെ പിശാചിനെ അങ്ങോട്ട് സേവിച്ചു കഴിഞ്ഞാൽ ആ പിശാച് ഇങ്ങോട്ട് അവൻ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമെന്നാണ് ഇത് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ വിശദീകരിക്കുക. എന്നാൽ അവസാനം അദ്ദേഹം പറയുന്നുണ്ട്, വലിഹാദാ, അതുകൊണ്ട് അക്സറു മിൻ ഹാദിഹിൽ ഉമൂരി യക്തുബൂന ഫീഹാ കലാമല്ലാഹി ബിൻ നജാസ, അധികം ആളുകളും അല്ലാഹുവിന്റെ കലാമിനെ നജസ് കൊണ്ട് എഴുതുന്ന പതിവ് ആളുകൾക്കുണ്ട്, ഈ സിഹിർ ചെയ്യുന്ന ആളുകൾക്ക്. കാരണം എന്താ? ശൈത്താൻ ഏറ്റവും വലിയ ഇഷ്ടം അതാ. അതുകൊണ്ട് അതാണ് കൂടുതൽ സാഹിറന്മാരും ചെയ്യാറുള്ളത് എന്ന് ഇബ്നു തൈമിയ വിശദീകരിക്കുന്നു. അതേപോലെ തന്നെ ചില ഈ ഉമർ സുലൈമാൻ അഷ്ഖർ എന്ന് പറയുന്ന ഒരു പണ്ഡിതനുണ്ട്. അദ്ദേഹം പിന്നെ ആലമുൽ ജിന്നി വശൈത്താൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം വിശദീകരിക്കുകയാണ്, വൽ ഹഖു അല്ലദി യൻബഗി അൻ നുനബ്ബിഹ ഇലൈഹി, ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, ഉണർത്തപ്പെടേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അതായത് അന്ന ഹാദ സാഹിറ, ഈ സിഹിർ ചെയ്യുന്ന വ്യക്തി, ലാ യുഅസ്സിറു ഫിൽ ആഖിരീന ബിഹിമ്മതിഹി ദൂന മഊനത്തിൻ മിൻ ഗൈരിഹി, മറ്റൊരാളുടെ, അതായത് പിശാചിന്റെ സഹായം ഇല്ലാതെ സാഹിറിന് ഒരിക്കലും സിഹിർ ചെയ്യാൻ കഴിയുകയില്ല. വല്ലദി യുഈനുഹു അലൽ ഫസാദി വൽ ഇഫ്സാദി, ഈ സാഹിറായ മനുഷ്യനെ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കാനും കുഴപ്പമുണ്ടാക്കാനും സഹായിക്കുന്ന അശ്ശൈത്താൻ, പിശാചാണ്. വല്ലദീന അലമുഹു മിൻ ഹാലി സഹറത്തി, ഈ ജ്യോത്സ്യന്മാരുടെ അവസ്ഥകളും മനസ്സിലാക്കിയിടത്തോളം നമ്മൾ അങ്ങനെയാണ് അറിഞ്ഞിട്ടുള്ളത്. അന്ന നുഫൂസഹും തത്തഹിദു മഅ നുഫൂസി ശയാത്തീനി ഫയുഹദിസു ഇൻദ ദാലികൽ ഫസാദു വൽ ഇഫ്സാദ്, ഈ സാഹിറുകളും അതേപോലെ തന്നെ ഈ പിശാചുകളും തമ്മിൽ ഒരു ഇത്തിഫാക്കിലേക്ക് എത്തുകയും അങ്ങനെ ഭൂമിയിൽ അവർ ഉദ്ദേശിക്കുന്ന കുഴപ്പങ്ങളും ഫസാദുകളും ഉണ്ടാക്കുകയും ചെയ്യുന്നു. അവസാനം ഇത് മനസ്സിലാക്കുക, അല്ലാഹ് പറയും, ഈ സിഹിറുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിശാചും മനുഷ്യനും തമ്മിൽ ബന്ധമുണ്ടെന്ന് പറഞ്ഞല്ലോ. ആ ബന്ധം എങ്ങനെയാണ്? ഖിയാമത്ത് നാളിൽ മനുഷ്യരെ ഒരുമിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ, സൂറത്തു അൻആമിലെ 128-ാമത്തെ വചനമാണ്. അതിൽ കാണാൻ സാധിക്കും, ഖിയാമത്ത് നാളില് മനുഷ്യരെയും ജിന്നുകളൊക്കെ ഒരുമിച്ച് കൂട്ടും. ആ ദിവസം വയൗമ യഹ്ശുറുഹും ജമീആ, അവരെല്ലാം നാം ഒരുമിച്ച് കൂട്ടും. അന്ന് യാ മഅശറൽ ജിന്ന്, അല്ലാഹു വിളിച്ചു ചോദിക്കും, അല്ലയോ ജിന്ന് സമൂഹമേ, ഖദിസ്തക്സർതും മിനൽ ഇൻസ്, നിങ്ങൾ ഒരുപാട് മനുഷ്യന്മാരെ ഉപയോഗപ്പെടുത്തിയല്ലേ. അല്ലാഹു ചോദിക്കുക ജിന്നുകളോട്, നിങ്ങൾ മനുഷ്യന്മാരെ കുറെ ഉപയോഗപ്പെടുത്തിയല്ലേ. അപ്പൊ അവര് പറയാ, ഖാല വഖാല ഔലിയാഉം മിനൽ ഇൻസ്, ഈ ചോദ്യം വരുമ്പോ ഈ ജിന്നുകളുടെ മിത്രങ്ങളുണ്ട് മനുഷ്യന്മാരിൽ, ഈ നേരത്തെ പറഞ്ഞ ജ്യോത്സ്യന്മാരും വേണ്ടാത്ത ആളുകളൊക്കെ, അവർ മറുപടി പറയും, റബ്ബേ ഞങ്ങളെ മാത്രമല്ല, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹായിച്ചിട്ടുണ്ട്. ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് നീ നിശ്ചയിച്ച മരണത്തിന് സമയം വന്നപ്പോൾ ഞങ്ങൾ മരിച്ചു, ഇപ്പതാ ഇവിടെ എത്തി. എന്താണ് അവിടെ അല്ലാഹ് സമ്മതിപ്പിക്കുന്നവരെ കൊണ്ട്? പിശാചും മനുഷ്യനും തമ്മിൽ കൂട്ടുകെട്ടുണ്ടായിരുന്നു. അവർ തമ്മിൽ സഹകരിച്ചിരുന്നു, പരസ്പരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. ഇനി പരലോകത്ത് വന്ന് അല്ലാഹ് പറയാ, ഇനി നിങ്ങളുടെ അഭയസ്ഥാനം നരകമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ നരകത്തിലേക്ക് പറഞ്ഞയക്കുമെന്ന്. അപ്പൊ ഏതായാലും അതൊരു യാഥാർത്ഥ്യമാണ്, അത് ഉള്ളതാണ്, അതിന് ശൈത്താന്റെ സഹായവും വേണം. ഇനി സഹോദരങ്ങളെ, സിഹിർ പിന്നെ പലതരത്തിൽ ചെയ്യാറുണ്ട് ആളുകൾ, പലതരത്തിൽ ചെയ്യുന്നു. അതിന് പല മാർഗങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2 മാർഗങ്ങളാണ്. ഒന്ന് നേരിട്ടുള്ള മാർഗം, അതായത് പിന്നെ സിഹിറിന്റെ വചനങ്ങൾ എഴുതുക, തൊൽസമാത്തുകൾ, കൂടോത്രങ്ങൾ, അതൊക്കെ ചെയ്തിട്ട് അത് ഏത് വ്യക്തിയിലാണോ സിഹിർ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിക്ക് അത് ഭക്ഷിക്കാൻ കൊടുക്കുക. അവന്റെ ഭക്ഷണത്തിൽ സിഹിർ ചെയ്യുക, അങ്ങനെ ചെയ്യാറുണ്ട് ചില ആളുകളൊക്കെ. അപ്പൊ സിഹിർ ചെയ്യുന്നത് ഭക്ഷണത്തിൽ, അത് അവന് കാണാതെ ഗോപ്യമായിട്ട് അവന് കുടിക്കുന്ന ഭക്ഷണത്തിലും അവന് കഴിക്കുന്ന പിന്നെ വെള്ളത്തിലും വെച്ച് കഴിഞ്ഞ് അത് അവന് കുടിച്ച് ഭക്ഷിച്ചു കഴിഞ്ഞാൽ അവനത് ആ സിഹിറിന്റെ ഫലം അവനിൽ കണ്ടു തുടങ്ങുകയാണ്. ഇതിന് സിഹിറുൻ മഅ്കൂൽ അല്ലെങ്കിൽ സിഹിറുൻ മശ്റൂബി എന്നൊക്കെയാണ് പറയാം. ഇത് നേരിട്ടുള്ള രീതിയാണ്. മറ്റൊന്ന്, സിഹിർ ഏത് വ്യക്തിയിലാണോ സിഹിർ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയുടെ മുടിയോ അല്ലെങ്കിൽ അവന്റെ വസ്ത്രമോ അവൻ ഉപയോഗിക്കുന്ന എന്തെങ്കിലും ഒന്ന് ജ്യോത്സ്യന്റെ കയ്യിൽ കിട്ടണം. എന്നാൽ അതിലാണ് സിഹിറിന്റെ പണി ചെയ്യുന്നത്. ഇതുപോലെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ലബീദ് ഇബ്നു ആസം ചെയ്ത ആ സിഹിർ, അത് പ്രവാചകന്റെ മുടിയെ സംബന്ധിച്ച ഹദീസിൽ വന്നിട്ടുണ്ട്.
അപ്പോൾ ആ സിഹിർ ഉദ്ദേശിക്കുന്ന വ്യക്തി ആരിലാണോ ഉദ്ദേശിക്കുന്നത് അവന്റെ എന്തെങ്കിലും അസറുകൾ, അത് മുടിയായിക്കൊണ്ടോ വസ്ത്രമായിക്കൊണ്ടോ അവൻ ഉപയോഗിക്കുന്ന എന്തെങ്കിലും എടുത്തുകൊണ്ട് അതിൽ സിഹിർ ചെയ്യുന്ന രീതിയും കാണുവാൻ സാധിക്കും. ഇങ്ങനെ സിഹിർ ചെയ്തുകൊണ്ട് ആ സിഹിർ ഒരു വ്യക്തിയിൽ ഫലിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ അത് രോഗമായിട്ട് മാറും, ചിലപ്പോൾ ശരീരത്തിന് വേദനയായിട്ട് മാറും. അത് പല രൂപത്തിലാകാം. ചില ആളുകൾ നിത്യരോഗികളായിട്ട് മാറാറുണ്ട്. ഇതൊന്നും ഇല്ല എന്ന് ഏതെങ്കിലും ഒരു ആളുകൾക്കോ ആളുകളുടെ കൂട്ടായ്മക്കോ ഇല്ല എന്നൊക്കെ പറയാൻ എളുപ്പമാണ്. പക്ഷെ ഇത്തരം പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന ആളുകളെ നമ്മൾ നേരിട്ട് ഇഷ്ടം പോലെ കാണുന്നു. ചില ആളുകൾ നിത്യരോഗികളാണ്, എന്നും അവർ രോഗിയാണ്. ചില ആളുകളോ പ്രത്യേക സമയത്ത് മാത്രം, രാത്രിയായാൽ ഒരു പ്രത്യേകമായ അസുഖം തുടങ്ങി, ചില പ്രത്യേക സമയമായി കഴിഞ്ഞാലും അസുഖം തുടങ്ങി. ചില ആളുകൾക്ക് ശരീരത്തിന് ചില പ്രത്യേകമായ സ്ഥലങ്ങളിൽ വേദന. ഇവിടെ ഇങ്ങനെയൊക്കെ രോഗങ്ങൾ വരുമ്പോൾ അതിപ്പോ സാധാരണ രോഗമല്ലേ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന് ഡോക്ടർമാരെ കാണണം, ചികിത്സിക്കണം, പരിശോധിക്കണം. ആധുനികമായ എല്ലാ സംവിധാനങ്ങളിലൂടെയും ഇന്ന് രോഗം കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങളുണ്ട്. ഇതെല്ലാം പരിശോധിച്ചിട്ട് അവസാനം ഡോക്ടർ പറയും ഇല്ല, ഒരു രോഗവും ഇല്ല. പക്ഷെ ഇവൻ സമ്മതിക്കൂലല്ലോ, അവൻ അനുഭവിക്കുന്നുണ്ട്, അവന്റെ വീട്ടുകാർ അവന്റെ പ്രയാസം കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള രോഗങ്ങളാണ് ഈ സിഹിർ ബാധയായിക്കൊണ്ട് സമൂഹത്തിൽ അറിയപ്പെടുന്നത്. അത് ഇല്ല എന്ന് പറഞ്ഞത് കൊണ്ട് ബാധിക്കുന്ന ആളുകൾ ഒരിക്കലും ബാധിക്കാതിരിക്കുകയില്ല. പല ആളുകൾ നമുക്ക് കാണാൻ കഴിയും, അവരിങ്ങനെ അലമുറയിട്ട് കരയുന്നത്, ശബ്ദകോലാഹലം ഉണ്ടാക്കുന്നത്, അതുപോലെ ഒച്ച വെച്ച് ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പറയുന്നത്, തളർന്നു വീണിട്ട് വായിൽ നിന്ന് നുരയും പതയും വരുന്നത്, അത് അപസ്മാരമാണ്. അപസ്മാരം സാധാരണ രോഗമായിട്ടുണ്ട്, അത് പരിശോധിച്ച് മനസ്സിലാക്കണം. പക്ഷേ ഡോക്ടർ പറയും ശാരീരികമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ വരുന്ന ഏതിലേക്കാണ്? ഈ വിഷയത്തിലേക്കാണ്. അപ്പൊ ഇങ്ങനെ സമൂഹത്തിൽ കാണപ്പെടുന്ന പലതരം രോഗങ്ങളും സിഹിർ ബാധയിലൂടെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇതൊന്നും ഇത് പറയുമ്പോൾ ഒരു സാധാരണ സംശയം ഉണ്ടാകും. ഇപ്പോ എന്നാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നത്. അള്ളാഹുവെ, നീ തന്നതിനെ തടയാൻ ആരുമില്ല, നീ തടഞ്ഞതിന് നൽകാനും ആരുമില്ല എന്ന് വിശ്വസിക്കുന്ന, ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ എങ്ങനെ പിന്നെ ഇത് ബാധിക്കാം? ഒരാൾ അവിടെ എന്തെങ്കിലും സിഹിർ ചെയ്യുമ്പോഴേക്കിനും, അവിടെ എന്തെങ്കിലും കാര്യങ്ങൾ, ഗൂഢോത്രങ്ങളോ കാര്യങ്ങളോ ചെയ്യുമ്പോഴേക്കിനും ഇവന് ഇവിടെ ഇത് എങ്ങനെ ബാധിക്കും എന്ന് നമ്മൾ ചോദിച്ചാൽ അതിനുള്ള മറുപടി എന്ത് ദ്രോഹം സംഭവിച്ചാലും, എന്ത് ബുദ്ധിമുട്ടവനുണ്ടായാലും അതെല്ലാം തന്നെ ഇല്ലാ ബിഇദ്നില്ലാ, അല്ലാഹുവിന്റെ അനുമതിയോടുകൂടി മാത്രമാണ്. അല്ലാണ്ട് ഈ സിഹിർ ചെയ്ത ശൈത്താന്റെ കഴിവല്ല, അല്ലെങ്കിൽ അവിടെ പ്രവർത്തിച്ച സാഹിറിന്റെ കഴിവല്ല, അല്ലെങ്കിൽ അവരുടെ ഗൂഢതന്ത്രങ്ങളുടെയോ മന്ത്രങ്ങളുടെയോ കഴിവല്ല. നേരെ മറിച്ച് അല്ലാഹു ഒരു കാര്യം അവനിൽ അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ട്. എന്തിനാ അല്ലാഹു അങ്ങനെ ഉദ്ദേശിച്ചത്? എന്തിനാ അല്ലാഹു ഒരു വ്യക്തിയെ കഷ്ടപ്പെടുത്താൻ വേണ്ടി അങ്ങനെ ഉദ്ദേശിക്കുന്നത്? അത് ചോദിക്കാൻ പാടില്ല. അത് അല്ലാഹു യഫ്അലു മാ യശാ. അല്ലാഹുക്ക് ചില പ്രവർത്തനങ്ങളുണ്ട്, അവൻ ചില കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നു, അവന് ചില ഹിക്മത്തുകളുണ്ട്. അതനുസരിച്ചുകൊണ്ട് അല്ലാഹു ആ കാര്യങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പൊ ഇതാണ് സിഹിറിനെ കുറിച്ച് പ്രാമാണികമായിട്ട് പറയാനുള്ളത്. ഇനി ഈ വിഷയത്തെ സംബന്ധിച്ച് മഹാനായ പണ്ഡിതൻ അമാനി മൗലവി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അത് മാത്രം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ വിഷയത്തിൽ ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അവൻ യാതൊരു മടിയും കാണിക്കാതെ അമാനി മൗലവിയുടെ സൂറത്തുൽ ബഖറയിലെ ഈ എന്ന് തുടങ്ങുന്ന ആയത്തിന്റെ വിശദീകരണം, സൂറത്തുൽ ആറാഫിന്റെ വിശദീകരണം, അതുപോലെ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്ന് തുടങ്ങുന്ന ആ സൂറത്തിന്റെ വിശദീകരണം, ഈ വിശദീകരണങ്ങളെല്ലാം അമാനി മൗലവി എഴുതിയത് ഒന്ന് കൃത്യമായി എടുത്ത് വായിച്ചു നോക്കിയാൽ തന്നെ കാര്യം വ്യക്തമായി നമുക്ക് ബോധ്യപ്പെടും. പിന്നെ അവിടെ നിഷേധത്തിന്റെയോ അല്ലെങ്കിൽ ദുർവ്യാഖ്യാനങ്ങളുടെയോ ന്യായീകരണങ്ങളുടെയോ തള്ളിക്കളയലിന്റെയോ യാതൊരു ആവശ്യം വരുന്നില്ല. ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ആയത്തുണ്ടല്ലോ, പിശാചുക്കൾ ഈ സുലൈമാൻ നബിയുടെ രാജവാഴ്ചയെ കുറിച്ച് പറഞ്ഞു പരത്തിയത് ജൂതന്മാർ വിശ്വസിച്ചു. അതേപോലെ ഹാറൂത്തും മാറൂത്തും അവർ വന്നുകൊണ്ട് സിഹിർ പഠിപ്പിച്ചു എന്നുള്ള ആ ആയത്ത് സൂറത്തുൽ ബഖറയിലെ 102-ാമത്തെ വചനം അത് വിശദീകരിച്ചുകൊണ്ട് അമാനി മൗലവി എഴുതുകയാണ്. അല്പം ചില കാര്യങ്ങൾ ക്ഷമയോടുകൂടി കേൾക്കുക. ആഭിചാരം, ക്ഷുദ്രം, ഇന്ദ്രജാലം, ചപ്പടി വിദ്യ, മായതന്ത്രം, വശീകരണം, ജാലവിദ്യ, കൺകെട്ട്, മാരണം എന്നീ അർത്ഥങ്ങളിലെല്ലാം മൊത്തത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് സിഹിർ. കാര്യകാരണ ബന്ധം മനസ്സിലാക്കുവാൻ പ്രയാസമായ എല്ലാ ഉപായ കൃത്യങ്ങൾക്കും സിഹിർ എന്ന് പറയാം. നമുക്ക് കാരണം കാണാൻ കഴിഞ്ഞു എന്ന് വരില്ല. അവിടെ സിഹിർ ചെയ്താൽ എങ്ങനെ ഇവിടെ ഇത് ഫലിക്കുന്നു നമുക്കിത് മനസ്സിലാകുന്നില്ല.
അപ്പൊ അതാണ് കാര്യകാരണ ബന്ധങ്ങളും മനസ്സിലാക്കാൻ കഴിയാത്ത ഇത്തരം കാര്യങ്ങൾക്ക്, ഉപായ കൃത്യങ്ങൾക്ക് സിഹർ എന്ന് പറയാം. സിഹറിന്റെ പല വകുപ്പുകളും ഉദാഹരണങ്ങളും പല മഹാന്മാരും വിവരിച്ചു കാണാം. ചുരുക്കത്തിൽ മന്ത്രതന്ത്രങ്ങൾ, ജപഹോമാദികൾ, ഉറുക്കു നറുക്കുകൾ, അക്കക്കളങ്ങൾ, രക്ഷാതകിടുകൾ, കയ്യൊതുക്കം, മെസ്മരിസം, ഹിപ്നോട്ടിസം, മയക്കുവിദ്യകൾ ആദിയായവയെല്ലാം സിഹറിന്റെ ഇനങ്ങളത്രേ. ഇസ്മിന്റെ പണി, ത്വൽസമാത്ത് മുതലായ പേരുകളിൽ അറിയപ്പെടുന്ന വിദ്യകളും അങ്ങനെ തന്നെ. മിക്കതിലും ഭൂതം, ജിന്ന്, മലക്ക്, ദേവൻ, ദേവി, പിശാചി, മരണമടഞ്ഞവർ, നക്ഷത്ര ഗ്രഹങ്ങൾ ആദിയായ ഏതിൽ നിന്നെങ്കിലുമുള്ള സഹായാർത്ഥനകളും ചില പ്രത്യേക തരത്തിലുള്ള കർമ്മമുറകളും അടങ്ങിയിരിക്കും. അതാണ് പിശാചി സേവ എന്ന് ഞാൻ നേരത്തെ വിശദീകരിച്ചത്. ചിലപ്പോൾ ചില മരുന്നുകളും മന്ത്രതന്ത്രങ്ങളും കൂട്ടിയിണക്കിക്കൊണ്ടുമായിരിക്കും. ഗൂഢവും അദൃശ്യവുമായ മാർഗത്തിലൂടെ, അതാണ് ഗൂഢം, അദൃശ്യം. അദൃശ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അദൃശ്യമായ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. അതാണ് ഗൂഢവും അദൃശ്യവുമായ മാർഗത്തിലൂടെ ആപത്തുകളിൽ നിന്ന് രക്ഷ നേടുക, ശത്രുക്കൾക്കും മറ്റും ആപത്ത് വരുത്തുക, മറഞ്ഞ കാര്യങ്ങൾ അറിയുക, വൻ കാര്യങ്ങൾ സാധിക്കുക, ആളുകൾ തമ്മിൽ ഇണക്കുകയോ പിണക്കുകയോ ചെയ്യുക, മരണപ്പെട്ടവരുടെ ആത്മാക്കളുമായി ബന്ധപ്പെടുക, അത്ഭുത കൃത്യങ്ങൾ കാണിക്കുക മുതലായവയാണ് സിഹിറിന്റെ ലക്ഷ്യങ്ങൾ. മിക്കവാറും ഇനങ്ങൾ യാഥാർത്ഥ്യമില്ലാത്തതും തനി പകിട്ടും മായയുമായിരിക്കും. ചിലതാകട്ടെ മാനസികമായ ചില മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതും അതുവഴി ചില അനുഭവങ്ങൾ പ്രകടമാകുന്നതുമായിരിക്കും. അപ്പൊ ഇത്രയും വിശദീകരിച്ചുകൊണ്ട് അമാനി മൗലവി പറയുന്നത് ഇങ്ങനൊരു വിഷയം ഉണ്ട്, അത് പല കാലഘട്ടങ്ങളിലൂടെ പല ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് അദ്ദേഹം പറയാം. മേൽ വിവരിച്ചതിൽ നിന്ന് സിഹിർ പല തരത്തിലുണ്ടെന്നും ഗൗരവത്തിലും ലാഘവത്തിലും എല്ലാം ഒരുപോലെയല്ലെന്നും മനസ്സിലാക്കാമല്ലോ. പല തരത്തിലുണ്ട്. ചെറിയ തരത്തിലുള്ള സിഹിറുകളുണ്ട്. ഭാര്യയും ഭർത്താവിനും വേർപിരിക്കാൻ കഴിയും. തമ്മിൽ പിണങ്ങി നടക്കുന്ന ആളുകളെ സ്നേഹിപ്പിക്കാൻ കഴിയുന്ന സിഹിറുകൾ, അല്ലെങ്കിൽ സ്നേഹിക്കുന്നവരെ വെറുപ്പിക്കാൻ കഴിയുന്ന, ഈ പിണക്കാൻ കഴിയുന്ന സിഹിറുകൾ, അങ്ങനെ പല രൂപത്തിലുണ്ട്. ഏതായാലും അത് ചെറുതാകട്ടെ വലുതാകട്ടെ, പിന്നെ ഗൗരവം കുറഞ്ഞതാകട്ടെ കൂടുതലാകട്ടെ, ഏതായാലും സത്യവിശ്വാസത്തിനും സത്യവിശ്വാസികൾക്കും യോജിക്കാത്തതും അവിശ്വാസത്തിനും അവിശ്വാസികൾക്കും മാത്രം യോജിക്കുന്നതുമാണ് സിഹിറിന്റെ എല്ലാ ഇനങ്ങളും എന്നതിൽ സംശയമില്ല. അപ്പൊ സിഹിറിന്റെ ഏത് ഇനമാണെങ്കിലും ശരി, സത്യവിശ്വാസിക്ക് അതുമായി ബന്ധപ്പെടാൻ പാടില്ല. പണ്ഡിതന്മാർക്കിടയിൽ ചർച്ച ഉണ്ട്, സിഹിർ പഠിക്കാൻ പറ്റുമോ പഠിക്കാൻ പറ്റുമോ ഇല്ല എന്ന് പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട്, അഭിപ്രായ വ്യത്യാസം. ചില ആളുകൾ പറഞ്ഞു അത് എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് വിട്ടു നിൽക്കാൻ വേണ്ടി പഠിക്കാം. ചില ആളുകൾ പറഞ്ഞു പറ്റൂല, അത് പഠിക്കാൻ തന്നെ പാടില്ല, കാരണം അത് തെറ്റായ കാര്യമാണ് എന്നൊക്കെ പല രൂപത്തിലും അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. സത്യവിശ്വാസികളും ആ വിഷയമായി ബന്ധപ്പെടാനേ പാടില്ല. ഇനി ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ വേർപിരിവുണ്ടാക്കുന്നു പറഞ്ഞല്ലോ, അത് എങ്ങനെ സാധിക്കുക? അത് അമാനി മൗലവി വിശദീകരിക്കുന്നു. മനുഷ്യനും അവന്റെ ഇണക്കുമിടയിൽ അഥവാ ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ ഭിന്നിപ്പും ഛിദ്രവും ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞല്ലോ, ഇത് സിഹിറിന്റെ ഇനത്തിൽ പെട്ടതും വിരോധിക്കപ്പെട്ടതുമാണെന്ന് പറയേണ്ടതില്ല. ചെയ്യാൻ പാടില്ല അങ്ങനെ. എന്നിരിക്കെ അതുമൂലം ഭാര്യാഭർത്താക്കൾ പിണക്കവും ഭിന്നിപ്പും ഉണ്ടാക്കുവാൻ അവർക്ക് എങ്ങനെ കഴിയും? അതെ, എങ്ങനെ കഴിയുന്നത്? അതെ, ഈ ഒരായത്ത് നമ്മൾ എല്ലായിടത്തും ചെയ്തു വെച്ചു കൊടുത്താൽ മതി. എവിടെ സിഹിർ ബാധിച്ചാലും എന്തുണ്ടായാലും അത് എങ്ങനെ ബാധിച്ചു? അത് അള്ളാന്റെ തീരുമാനം അങ്ങനെയാണ്. ആ അള്ളാഹു അവന്റെ തീരുമാനപ്രകാരം അതത് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കുകയാണ്, ഇന്ന കാര്യം പ്രവർത്തിച്ചാൽ ഇന്ന ഫലമുണ്ടാകുമെന്ന് അള്ളാഹു നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. ഇന്ന പണി ചെയ്താൽ അതിന് ഫലം ഇന്നതുണ്ടാകുമെന്ന് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. ഫലങ്ങളാകട്ടെ നല്ലതും ചീത്തയുമാവാം, ഉപകാരവും ഉപദ്രവവുമാകാം. അതുകൊണ്ടാണ് ചീത്തയും ഉപദ്രവകരവുമായ കാര്യങ്ങൾ ചെയ്യരുതെന്ന് അവൻ വിരോധിക്കുന്നത്. ഉദാഹരണമായി അമാനി മൗലവി പറയാം, ഒരു ഉദാഹരണം. വാളെടുത്ത് മനുഷ്യന്റെ കഴുത്തിന് വെട്ടിയാൽ മരണത്തിന് ഇടയാകുമെന്നുള്ളത് അള്ളാഹുവിന്റെ നിശ്ചയങ്ങളിൽ ഒന്നാണ്. ഒരാളെ വാളെടുത്ത് വെട്ടി ആ മനുഷ്യൻ മരിക്കും. പക്ഷെ മരിച്ചോളെന്ന് ഉറപ്പൊന്നുമില്ല, എപ്പോഴേ മരിക്കുള്ളൂ, അള്ളാഹുവിന്റെ തീരുമാനമുണ്ടെങ്കിൽ മാത്രം. അപ്പൊ ആ മനുഷ്യൻ ആ പ്രവർത്തനം ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ ഉദ്ദേശത്തോടു കൂടി ആ ആരെയാണോ വെട്ടിയത് ആ മനുഷ്യന് മരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയാ, അതേ സമയത്ത് അള്ളാഹുവിന്റെ ഉദ്ദേശവും ഉത്തരവും കൂടാതെ ഒരു കാര്യവും സംഭവിക്കുന്നതല്ല. ഒരു കാര്യം അള്ളാഹുവിന്റെ ഉദ്ദേശമില്ലാതെ സംഭവിക്കുകയില്ല. ഓരോന്നിനും കാരണങ്ങൾ നിശ്ചയിച്ചതും ആ കാരണങ്ങൾ ഉണ്ടാകുമ്പോൾ അതത് കാര്യങ്ങൾ സംഭവിക്കുന്നതും അവന്റെ ഉദ്ദേശവും ഉത്തരവും അനുസരിച്ച് തന്നെ. ഇവിടെ സിഹിർ ബാധിക്കണം,
അള്ളാഹു തീരുമാനിച്ചതാ. അത് എപ്പോഴാ ബാധിക്കുക? അപ്പുറത്ത് അവൻ സിഹിർ ചെയ്യുമ്പോൾ. അപ്പൊ ആ സിഹിർ ചെയ്യും എന്നുള്ളതും അതിവിടെ ബാധിക്കും എന്നുള്ളതും എല്ലാം അള്ളാഹുവിന്റെ തീരുമാനവുമാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഉദ്ദേശവും ഉത്തരവും കൂടാതെ സിഹിറിന്റെയോ സിഹിർ ചെയ്യുന്നവന്റെയോ സ്വന്തം കഴിവ് കൊണ്ടല്ല, മറിച്ച് അള്ളാഹു നിശ്ചയിച്ചത് കൊണ്ടാണ് ഇവിടെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാകുന്നത് എന്ന് സാരം. അപ്പൊ സിഹിർ ചെയ്യുന്നവന്റെ കഴിവല്ല, അത് പിശാചിന്റെ കഴിവുമല്ല, മറിച്ച് അള്ളാഹുവിന്റെ പ്രത്യേകമായ തീരുമാനമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പിശാച് മനുഷ്യനിലേക്ക് അടുക്കാൻ ഉള്ള സാഹചര്യങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതിനെല്ലാം മാറ്റി നിർത്തുക, അതിൽ നിന്നെല്ലാം ഒഴിവാകുക, എന്നിട്ട് നല്ലവരായി ജീവിക്കുവാൻ ശ്രമിക്കുക. ഇതിനു ശേഷം പിന്നെ ഈ ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചാൽ പിന്നെ ഒരു സംശയം ഉണ്ടാകാം, പിന്നെ എന്താ നമുക്കതിന്റെ രഹസ്യം മനസ്സിലാകാത്തത്? നമുക്കത് മനസ്സിലാക്കാൻ കഴിയണമല്ലോ. അള്ളാഹ് തീരുമാനിച്ചതാണെങ്കിലും അള്ളാഹിന്റെ ഉദ്ദേശപ്രകാരമാണെങ്കിലും ഞങ്ങൾക്കത് മനസ്സിലാക്കാനും അറിയാനും കഴിയുന്നില്ല, അതുകൊണ്ട് ഞങ്ങളത് അംഗീകരിക്കുന്നില്ല എന്ന് പറയാൻ വകുപ്പില്ല. അമാനി മൗലവി വീണ്ടും പറയുന്നു, അങ്ങനെ ചില ദുഷ്ടപ്രവർത്തികളൊക്കെയുണ്ട് ഈ സിഹിറിനെ കുറിച്ച് പറഞ്ഞിട്ട് അദ്ദേഹം പറയാ, എന്നാലത് തൽകർത്താക്കൾക്ക് അദൃശ്യമോ അമാനുഷികമോ ആയ വല്ല കഴിവുകളും ഉള്ളത് കൊണ്ടൊന്നുമല്ല. ഇത് ചെയ്ത ആളുകൾക്ക് അമാനുഷികമായ കഴിവുള്ളത് കൊണ്ടല്ല, മറിച്ച് അള്ളാഹു നിശ്ചയിച്ചതും മനുഷ്യർക്ക് കണ്ടുപിടിക്കുവാൻ സാധിക്കാത്തതുമായ ചില രഹസ്യങ്ങൾ നിലവിലുണ്ട്. ആ വാക്ക് നന്നായിട്ട് ഓർമ്മ വെക്കുക. എന്താണത്? അള്ളാഹു നിശ്ചയിച്ചതും മനുഷ്യർക്ക് കണ്ടുപിടിക്കാൻ സാധിക്കാത്തതുമായ ചില രഹസ്യങ്ങൾ നിലവിലുണ്ട്. അതുകൊണ്ട് അത്തരം വിഷയങ്ങൾ കണ്ട് മനുഷ്യർ വഞ്ചിതരാകരുത്. അവന്റെ കഴിവാണ്, അവന് മറഞ്ഞ കാര്യം അറിയും, അവനെന്തോ ദൈവികമായ സിദ്ധിയുണ്ട് എന്നൊന്നും കരുതരുത്. അത് അള്ളാഹു നിശ്ചയിച്ച തീരുമാനമാണ്. പക്ഷെ നമുക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ആ നിലക്ക് അമാനി മൗലവി ഇത് വിശദീകരിക്കുന്നു. എന്നിട്ട് ഇതൊക്കെ പറഞ്ഞിട്ട് അമാനി മൗലവി അവസാനം പറഞ്ഞൊരു കാര്യമുണ്ട്. ചില ആളുകൾ ഇതിനെ നിഷേധിക്കുന്നുണ്ട്, ചില ആളുകൾ ഇതിനെ അവഗണിക്കുന്നുണ്ട്. അറിയായ്മയും കണ്ടുപിടിക്കാനുള്ള മാർഗമില്ലായ്മയും കൊണ്ട് മാത്രം മനുഷ്യനിൽ അന്തർഭവിച്ചു കിടപ്പുള്ള ഇത്തരം അജ്ഞാത ശക്തികളെ നിഷേധിക്കുന്നത് തികച്ചും ഗർവല്ലാതെ മറ്റൊന്നുമല്ല. ഇനി ആരെങ്കിലും അതിനെ നിഷേധിച്ചാൽ, അതിനാ നിലക്ക് ആരെങ്കിലും കാണുകയാണെങ്കിൽ അത് അഹങ്കാരം, കിബിർ മാത്രമാണ് എന്ന് അമാനി മൗലവി വിശദീകരിക്കുന്നു. ഇനി കൂടുതൽ വിശദീകരണം ആവശ്യമുണ്ടെങ്കിലും അമാനി മൗലവി ഇവിടെ തന്നെ പരിഭാഷകളിലും വിവിധങ്ങളായ സ്ഥലങ്ങളിൽ സൂറത്തുൽ ജിന്ന് പോലെയുള്ള സ്ഥലങ്ങളിൽ വന്നിട്ടുള്ള ഭാഗങ്ങളും എടുത്ത് വായിച്ചു നോക്കാം. ഇവിടെ ഒരു കാര്യം കൂടി ഉദ്ധരിക്കട്ടെ. സൂറത്തുൽ ഫലഖിൽ കെട്ടുകളിൽ ഊതുന്നവന്റെ കെടുതിയിൽ നിന്നും ഞാൻ രക്ഷ ചോദിക്കുന്നു എന്ന് പറയുന്ന ആ ആയത്തിന്റെ വിശദീകരണത്തിൽ അമാനി മൗലവി പറയുന്നത്, സിഹിറുകാരെ കൊണ്ടും മന്ത്രവാദക്കാരെ കൊണ്ടും ഉണ്ടാകുന്ന ദോഷങ്ങളും അവർ നടത്തുന്ന പൈശാചിക പ്രവർത്തനങ്ങളും അധികം വിസ്തരിച്ച് പറയേണ്ടതില്ല. രോഗം മാറ്റുവാൻ, ഭാഗ്യം സിദ്ധിക്കുവാൻ, അന്യനു ആപത്തു നേരിടുവാൻ, തമ്മിൽ പിണക്കമുണ്ടാക്കുവാൻ, അങ്ങനെ പലതിന്റെ പേരിലും ഹോമം, ജപം, മുട്ടറുക്കൽ, ഉറുക്ക്, മന്ത്രം, ജ്യോത്സ്യം എന്നിങ്ങനെ പലതും നടത്തി അവർ ജനങ്ങളെ ചൂഷണം ചെയ്യുന്നു. അസ്മാഇന്റെ പണിക്കാർ, തൊൽസമാത്തുകാർ എന്നിങ്ങനെയുള്ള അറബി പേരുകളിൽ അറിയപ്പെടുന്നവരും അതിൽ ഉൾപ്പെടുന്നവർ തന്നെ. അപ്പൊ ഈ സൂറത്തിലും അമാനി മൗലവി വിശദീകരിക്കുന്നത് അങ്ങനെ ചില സിഹിറുകാരുണ്ട്, അവർ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങളുണ്ട്, അതുകൊണ്ട് വലിയ ദോഷങ്ങൾ ഉണ്ടാകും എന്നൊക്കെ തന്നെ അമാനി മൗലവി പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു അവസാനം ഒരു കാര്യം കൂടി, സിഹിറിന് യാഥാർത്ഥ്യമില്ല, ഗുണമായോ ദോഷമായോ ഉള്ള എന്തെങ്കിലും ഫലമുണ്ടാക്കുന്ന തരത്തിൽ ഒരു സിഹിറും ഇല്ല. കേവലം മനുഷ്യരെ പകിട്ടാക്കുന്ന ചില ചപ്പടി വിദ്യകൾക്ക് മാത്രമുള്ള പേരാണ് സിഹിർ എന്നിങ്ങനെ ചില അഭിപ്രായങ്ങൾ മുമ്പും ഇപ്പോഴുമുണ്ട്. പണ്ടും ഇതിന് നിശ്ചയിച്ച ആളുകളുണ്ട്. അവർക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവർ യുക്തിക്ക് പ്രാധാന്യം കൊടുത്തു. അത് ഹദീസിലും ആയത്തിലും ആ വിഷയത്തെ അംഗീകരിച്ചില്ല. അപ്പൊ പണ്ട് ചില ആളുകൾക്ക് നിഷേധിച്ചു. ഇന്നും അദ്ദേഹം പറയാ, ആ ഇങ്ങനെയുള്ള അഭിപ്രായം മുമ്പും ഇപ്പോഴും ഉണ്ട്, അന്നും ഇന്നും ഉണ്ട് എന്നർത്ഥം. ഇത് എവിടുന്നാ വന്നത്? ഈ സിഹിറിനെ നിഷേധിക്കൽ മുഅ്തസില വിഭാഗക്കാരിൽ നിന്നാണ് ഇതിന്റെ ഉത്ഭവം. ആരാ മുഅ്തസിലാക്കള്? ആരാ അശ്അരിയാക്കള്? ബുദ്ധിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടും പ്രമാണങ്ങളെ മാറ്റിവെച്ചുകൊണ്ടും തനിക്ക് തോന്നിയ രൂപത്തിലും ഇസ്ലാമിനെയും ഇസ്ലാമിന്റെ ആശയങ്ങളെയും ആദർശങ്ങളെയും ന്യായീകരിച്ച് വ്യാഖ്യാനിച്ചെഴുതിയ പിഴച്ച കക്ഷികളാണ് മുഅ്തസിലിയാക്കള്. ആ മുഅ്തസിലിയാക്കളുടെ വാദ സിഹിർ ബാധിക്കൂല, അവരുടെ വാദമാണ് സിഹിർ ഫലിക്കൂല, അവരുടെ വാദമാണ് സിഹിറിന് യാഥാർത്ഥ്യമില്ല എന്നുള്ളത്. അത് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന് പറ്റൂല. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രാമാണികമായി ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ സിഹിർ ഉണ്ട് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അത് ഖുർആനും തെളിവാണ്, ഹദീസും തെളിവാണ്. അത് ഉദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ ഒട്ടനവധി കാര്യങ്ങൾ നമ്മെ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യുവാനുള്ളത് പിന്നെ ജിന്നുബാധയെ സംബന്ധിച്ചാണ്. എന്താണ് ജിന്നുബാധ, അത് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അതിനുശേഷം വേണം ഈ സിഹിർ ബാധയും ജിന്നുബാധയും ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ നിർവഹിക്കുവാനുള്ള പരിഹാര മാർഗമായ റുഖിയ ശർഇയ്യ എങ്ങനെ, അതിന്റെ രീതികൾ എന്തെല്ലാമാണ് ഇൻഷാ അല്ലാഹ് അടുത്ത
അടുത്ത ക്ലാസ്സുകളിൽ കൂടി അത് നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തരം ഷർറുകളിൽ നിന്നും നമ്മയെവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. മാനസികവും ശാരീരികവും വിശ്വാസപരമായും എല്ലാ നിലക്കും മനുഷ്യനെ വഴിപഴിപ്പിക്കുവാനും വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ പിശാചിന്റെ ഗൂഢതന്ത്രങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.